എല്ലാം ട്രോമറ്റൈസിങ് ഇൻസ്റ്റൻസസ് ആണ്, അല്ലെങ്കിൽ എല്ലാം ട്രോമ. അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞാൽ ട്രോമ, ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയാൽ ട്രോമ. Yes, trauma is a general term for almost all trauma. 2K കിഡ്സിന്റെ ഇടയിൽ ഒരു വളരെ വയലന്റ് ആയിട്ടൊരു ജനറേഷൻ ആണ് ഉള്ളത് എന്നൊരു സംസാരമുണ്ട്. അത് നമ്മൾ കണ്ണട ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല. സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിലുള്ള തിയേറ്റേഴ്സിൽ തന്നെ ഇത്തരം വയലന്റ് സിനിമകളിൽ കുട്ടികൾ കയറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ ആളില്ല. സെക്സ് എന്നും ഒരു ടബു ടോപ്പിക്കാണ്. ലൈക്ക് ഈ പറയുമ്പോൾ പിടിച്ചിരുത്തുക, കണ്ണുപൊത്തുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വയലൻസ് ഇസ് കൺസിഡേർഡ് ടു ബി കുറച്ച് ഓക്കെ. പ്രൈവസി എന്ന് പറയുന്നത് ഏജ് ബൗണ്ട്. നമ്മുടെ നാട്ടില് എങ്ങോട്ട് തിരിഞ്ഞാലും വയലൻസ് ആണ്. ആ വയലൻസ് എസ്പെഷ്യലി ആട്രിബ്യൂട്ടഡ് ടു എ സർട്ടൻ ജനറേഷൻ. എന്റെ പ്രായമോ അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലോ ആണ് ഈ വയലൻസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ ഇത് ചില സിനിമകൾ ഇറങ്ങിയോണ്ടാണെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നുണ്ട്. ശരിക്കും ആ സിനിമകളാണോ പ്രശ്നം, അല്ലെങ്കിൽ ഈ വയലൻസിന്റെ കാരണം എന്താണ്? നമ്മൾ ഒരു കാരണവശാലും ഡിസ്കസ് ചെയ്യാത്ത ചില ആംഗിൾസും ഇതിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, മെയിൻലി ആളുകളുടെ മെന്റൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ കൂടി വരുന്ന റാംപന്റ് ഡ്രഗ് അഡിക്ഷൻസ്. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാതെ സിനിമകളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെയോ പഴി തരുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് ചെയ്യരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ എപ്പിസോഡിൽ ഈ ആസ്പെക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്റെ ഗസ്റ്റ്. പ്രസീല മാം, വെൽക്കം ടു ദി ഷോ. കൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? എൻ്റെ പേര് പ്രസീല ഹണി. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് സെറീൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. വേർ ഐ മീറ്റ് ചിൽഡ്രൻ, അഡൾട്ട്സ്, കപ്പിൾ തെറാപ്പി, ഇൻഡിവിജ്വൽ സെഷൻസ് എല്ലാം ഉള്ളൊരു സ്ഥാപനമാണ്. അവിടെ എനിക്ക് ഒരുപാട് കുട്ടികളെ മീറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഐ വിൽ ബി യൂസ്ഫുൾ ഫോർ ദിസ് ഇൻ്റർവ്യൂ. യെസ്, ഇൻഡീഡ്. സോ മാം, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ജനറൽ സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ്, അതിനെപ്പറ്റി മാഡത്തിൻ്റെ ഒരു കോമൻറ്റ് അതെന്തായിരിക്കും? ഒരു ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഒരു ഡിജിറ്റലി ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബിഹേവിയറൽ പാറ്റേണിൽ തന്നെ. ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ കുട്ടികളെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു 5-6 അല്ലെങ്കിൽ പോട്ടെ ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ സെഷൻ എടുത്ത കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ബേസിക്കലി ഇറ്റ്സ് എ ഡിജിറ്റൽ ഇവോൾവ്മെൻറ്റ് എന്ന് വേണം എനിക്ക് പറയാൻ. അതിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. മാം, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞു. സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എസ്പെഷ്യലി കുട്ടികൾ എന്ന് പറയുന്നത് എൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള ജനറേഷനിലുള്ള കുട്ടികളെന്ന് തന്നെ പറയുന്നവർ സോഷ്യൽ മീഡിയ കൂടി എളുപ്പം ട്രിഗർ ആവുന്നു. എല്ലാം അവർ വളരെ ഫ്രാജൈലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം ട്രോമറ്റൈസിങ് ഇൻസ്റ്റൻസസ് ആണ്, അല്ലെങ്കിൽ എല്ലാം ട്രോമ. അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞാൽ ട്രോമ, ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയാൽ ട്രോമ. അങ്ങനെ പല ലൈഫിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ട്രോമയായിട്ട് എടുക്കുന്ന ഒരു ജനറേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ കുട്ടികൾ? നമുക്ക് ട്രോമ എന്ന് തന്നെ തുടങ്ങി. ലൈക്ക് ട്രോമ എന്ന് പറയുമ്പോൾ ആലൻ എന്താണ് വാട്ട് കംസ് ടു യുവർ മൈൻഡ്? വാട്ട് ഇസ് ട്രോമ? ചെറിയൊരു ട്രോമ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആൻഡ് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. പക്ഷേ മൈ ട്രോമ വിൽ ബി ഡിഫറെൻറ്റ്, യുവർ ട്രോമ വിൽ ബി ഡിഫറെൻറ്റ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇത് വളരെ ട്രിവിയലാണ്, അത് ഭയങ്കരമാണ്. ട്രോമ എന്ന് പറയുമ്പം ഒരു വാർ വെറ്ററൻ്റെ ട്രോമ ഇസ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ വയലൻസിൽ കൂടെ കടന്നുപോയ ഒരു കുട്ടിയുടെ ട്രോമ ഇസ് ഡിഫറെൻറ്റ്. ഇതൊന്നുമല്ല ചൈൽഡ്ഹുഡ് സമയത്ത് ഒരു ടീച്ചർ പുറത്ത് നിർത്തി അല്ലെങ്കിൽ അടിച്ചു എന്ന് പറയും. ദാറ്റ് ക്യാൻ ഓൾസോ ബി എ ട്രോമ ദാറ്റ് ക്യാൻ റിഫ്ലക്റ്റ് ഇൻ യുവർ അഡൾട്ട്ഹുഡ്. സോ ദാറ്റ് ഇസ് different level of traumas for different individuals. So actual trauma എന്നൊരു ടേം ഇല്ല. Like anything can be trauma. Anything can be trauma for different people. ഓരോരുത്തരുടെയും trauma is different. ആളുകളുടെ പെർസ്പെക്റ്റീവിനനുസരിച്ച് ട്രോമയുടെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാൻസസ് ആർ ദെയർ എന്ന് വെച്ച് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ലേ, അത് ട്രോമയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കുഡ് ബി എ റെഡ് ഫ്ലാഗ്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് യെസ്, ട്രോമ ഇസ് എ ജനറൽ ടേം ഫോർ ഓൾമോസ്റ്റ് ഓൾ ട്രോമ. നമ്മൾ ഒരാളുടെ ട്രോമയെ ബിലിറ്റിൽ ചെയ്യുകയാണെങ്കിൽ അയാൾ കുറച്ചുകൂടി ട്രോമറ്റൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ടോ? ഡിപ്പെൻസ്. ഓക്കെ, ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാതെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. വി ഡോണ്ട് നോ, നമ്മളൊരു ചിലപ്പോൾ ട്രോമ ഡംപിങ് എന്ന് പറയും. ഇപ്പം ഞാൻ ആണ് ഫ്രണ്ട്, ആലൻ വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്. പക്ഷേ ആലൻ ഇസ് ഡംപിങ് യുവർ ട്രോമ ഓൺ മീ. ഓക്കെ,
അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, മേ ബി ഐ ആം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ ദാറ്റ് ക്യാൻ എഫക്ട് മീ ബാഡ്ലി, ക്യാൻ ക്രിയേറ്റ് എൻ ഇമ്പാക്റ്റ് ഓൺ മീ. അതല്ല, ഞാൻ കുറച്ചുകൂടെ ഒരു ടഫ് പേഴ്സൺ ആണെങ്കിൽ ഐ ക്യാൻ പ്രോബബ്ലി ഹെൽപ്പ് യു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ ട്രോമറ്റൈസ്ഡ്, യു നീഡ് ഹെൽപ്പ്, അപ്രോച്ച് എ പ്രൊഫഷണൽ rather than taking help from your friends. You can share, but again you don't know whether they are sensitive അല്ലെങ്കിൽ അവർ എത്രത്തോളം അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് കാണുന്ന സെൽഫ് ഡയഗ്നോസ് ട്രോമ ഉള്ളവർ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹൃത്തുക്കളോട് വെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് മൈറ്റ് നോട്ട് റിയലി ഹെൽപ്പ് യു അല്ലേ? പോസിബിലിറ്റി ഉണ്ട്. അത് അങ്ങനെ ആക്ച്വലി ഒരു പോസിബിലിറ്റി ഉണ്ട്. സുഹൃത്തുക്കളോട് വെൻറ്റ് ചെയ്യുന്നത് ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്ന രീതിയിലെന്നല്ല, യു ക്യാൻ ഷെയർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഒരു സെൻസിറ്റീവ് പേഴ്സൻ്റെ അടുത്ത് നമ്മൾ ട്രോമ ഷെയർ ചെയ്യുമ്പം ഇറ്റ്സ് ലൈക്ക് ഡംപിങ്. ഒരു തരത്തിൽ യു ആർ ഡംപിങ് ദ ട്രോമ ഓൺ ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഞാൻ ഡംപ് ചെയ്തു, എൻ്റെ ഷെയറിങ് കഴിഞ്ഞു, നൗ ഇറ്റ്സ് യുവർ നീ ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷെ അവരെങ്ങനെ എടുക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം ദേ ആർ നോട്ട് എക്വിപ്ഡ് ലൈക്ക് നമ്മളെപ്പോലെ പ്രൊഫഷണൽസ്. വി ക്യാൻ ബി വെരി ഡിറ്റാച്ച്ഡ് ആൻഡ് ഹെൽപ്പ് യു. മനസ്സിലായി? ഇവർ ചിലപ്പം ഭയങ്കരമായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോൾ അഗെയിൻ ദർ ഇസ് ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ ഒരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു അപ്രോച്ച് എ പ്രൊഫഷണൽ. അത് അവർ തന്നെ പേരിട്ട് വിളിക്കുന്നതിനേക്കാളും ഒരു പ്രൊഫഷണൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇപ്പോൾ സെൽഫ് ഡയഗ്നോസിസ് ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് ഡിപ്രഷൻ, സോറി ടു സേ, പക്ഷേ ഡിപ്രഷൻ പലരും ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഈ സ്വയം ഇതിനൊരു പേരിട്ട് വിളിക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി റൈറ്റ്. അത് ആലൻ പറഞ്ഞത് കറക്റ്റാണ്. ഒരു വളരെ ലൂസ്ലി യൂസ്ഡ് ഒരു ടേമാണ് ഡിപ്രഷൻ, OCD, പ്രത്യേകിച്ചും ഡിപ്രഷൻ. കാരണം ജസ്റ്റ് ഒന്ന് സങ്കടം വരുമ്പോഴേക്കും ദേ ഫീൽ ദാറ്റ് ഓക്കെ ഐ എം ഡിപ്രസ്ഡ്. ക്ലിനിക്കൽ ഡിപ്രഷൻ, സിറ്റുവേഷണൽ, അങ്ങനെ പലതും അവരങ്ങ് ഓൺലൈൻ ഇതിൽ നിന്ന് പഠിച്ച് അങ്ങ് യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതെ, പലരുടെയും ഡോക്ടർ ഇപ്പോൾ ഗൂഗിളാണ്. അതെ, ഗൂഗിൾ ഡോക്ടേഴ്സിനെ വെച്ചാണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിലും ഭേദം ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് സംബഡി. ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബെറ്റർ. ഒരു ബേസിക് സിംറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ദർ ഇസ് എ ചെക്ക് ലിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ബട്ട് ഡു നോട്ട് ലേബൽ യുവർ സെൽഫ് ആസ് ഓക്കെ ഐ ആം ഡിപ്രസ്ഡ്, ഐ ഹാവ് OCD. അങ്ങനെ ചെയ്യാതെ അതെ, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു സാധനം ഇരുന്ന സ്ഥലത്ത് തിരിച്ചു വെക്കുന്നത് പോലും എനിക്കതിന് OCD ഉണ്ട് എന്ന് പറയുന്നൊരു ട്രെൻഡിലേക്ക് മാറിയിരിക്കാം. വളരെ ലൂസ്ലി യൂസ്ഡ്. യെസ്, വെരി ലൂസ്ലി യൂസ്ഡ്. പക്ഷേ വാട്ട് ഐ ആക്ച്വലി ബിലീവ് ഇസ് ശരിക്കും ഈ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ളവരോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയവർക്കോ ഇങ്ങനത്തെ നെയിംസ് മറ്റുള്ളവർ ത്രോ അറൗണ്ട് ചെയ്യുമ്പോൾ വാട്ട് ഐ ബിലീവ് ഇസ് ആക്ച്വലി കണ്ടീഷൻസ് ഉള്ള ആളുകളെ അത് ബിലിറ്റിൽ ചെയ്യുകയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരുടെ കണ്ടീഷൻസിനെ മനസ്സിലാക്കാതെ പോവുകയും പൊതുസമൂഹത്തിന്റെ ഇടയിൽ അതിനൊരു എന്താ പറയാ, ആൾക്കാർക്ക് ലൈക്ക് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ OCD ഉണ്ട് എന്ന് ശരിക്കും ഒരാൾ പറഞ്ഞാൽ അതിനോടൊരു അവേർഷൻ അല്ലെങ്കിൽ പുച്ഛം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പുച്ഛം തോന്നുന്ന കണ്ടീഷനിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അതെ, ഒരു പരിധി വരെ ശരിയാണ്. പുച്ഛം അങ്ങനെ ഒരു അയാൾക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരുപാട് യൂസ് ചെയ്യുമ്പം നമുക്കതുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ്, അവർ ലേബിൾഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരാനുള്ള ചാൻസസ് ഇപ്പം ആലൻ പറഞ്ഞ പോലെ ഉണ്ടാവാനുണ്ട്. നമ്മൾ എങ്ങനെയാണ് മാം ഈ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഡിപ്രഷൻ. ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്രോബ്ലം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ദർ ആർ സർട്ടൻ സെറ്റ് ഓഫ് സിംറ്റംസ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബിഗിനിങ് ഇതിൽ യു ഡോണ്ട് ഫീൽ ലൈക്ക് ആറ്റ് എ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് കാണും. പിന്നെ ഉറക്കക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുറത്ത് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള മൊത്തത്തിലൊരു ബേസിക് ഒരു ലെതർജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ടു ലൈഫ്. ഒരു ഫ്രണ്ടിലോട്ടൊരു ഹോപ്പില്ല, അല്ലെങ്കിൽ ദർ ഇസ് നോ പേർപ്പസ് ഇൻ ലൈഫ്, ഇങ്ങനത്തേക്ക് ഒരുപാട് തോട്ട്സ് വരാനുള്ള ചാൻസസ് ആർ ദർ. ദീസ് ആർ ദ വെരി കോമൺ സിംറ്റംസ്. ഓക്കെ, അങ്ങനെ ഒരു വരെയാണെങ്കിൽ അത് റിപ്പീറ്റഡ്ലി, ഫോർ എക്സാമ്പിൾ ചിലർക്ക് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ഷവർ, കുളിക്കാൻ പോലും തോന്നുന്നു, അതൊക്കെ കുറച്ചുകൂടെ അങ്ങറ്റത്തേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കൺസൾട്ട് എ പ്രൊഫഷണൽ. അതായത് ആ സമയം ഇറ്റ്സ് ലൈക്ക് സംതിങ് ബ്രേക്കിംഗ് യുവർ ഡെയിലി റുട്ടീൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കൺസൾട്ട് സംബഡി. ഇങ്ങനെ ചിലർ എനിക്ക് പേഴ്സണലി അറിയാം, അവർ ഡിപ്രസ്ഡ് ആണോ എന്നറിയില്ല, ലൈക്ക് മേ ബി ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു തരം മോട്ടിവേഷൻ ഇസ് അഗൈൻ എ സിംപ്റ്റം ഓഫ് ഡിപ്രഷൻ. ഒരു രീതിയിൽ ബിഹേവിയറൽ സിംപ്റ്റം. ഒരു രീതിയിൽ എന്താ പറയുക, വളരെ ഒരു ലെത്താർജിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വയം പ്രേരിപ്പിക്കുന്ന ആൾക്കാർ ദേ മൈറ്റ് ഹാവ് certain issues. ചാൻസസ്. കാരണം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിന് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, ബിഹേവിയറൽ സിംറ്റംസ് ഉണ്ട്,
ബയോളജിക്കൽ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ. ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് നോക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം, ബിക്കോസ് ആ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. സോ വി ഡോണ്ട് നോ. സോ ചെറിയൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർ ആ ട്രാക്കിൽ വീണ് ദേ ക്യാൻ ഗോ ഫോർവേഡ്. ഈ ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസിൽ സെൽഫ് ഹേർട്ടിംഗ് ടെൻഡൻസീസ് എങ്ങനെയാണ് മാം? ലൈക്ക് അത് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ തുടക്കത്തിലെ സെൽഫ് ഹേർട്ടിംഗ് ടെൻഡൻസീസ് ഉള്ള ആളുകളുണ്ടോ? യൂഷ്വലി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ദേ ഫീൽ ദാറ്റ് ദർ ഇസ് ഓക്കെ നോ ഹോപ്പ്, ദർ ഇസ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ്. അപ്പം അങ്ങനത്തെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് യൂഷ്വലി മോസ്റ്റ് പീപ്പിൾ എൻ്റെ ഒരു സെൽഫ് ഹാമിലേക്ക് പോകുന്നത്. ഒരു ട്രോമാറ്റിക് ഇൻസ്റ്റൻസ് അല്ലാതെ ഡിപ്രഷൻ വരാൻ എന്തെങ്കിലും കോസ് ഉണ്ടോ? മെനി കോസസ് ഫോർ ഡിപ്രഷൻ പലതും ആവാം. ഒരു കുട്ടി ഐ ക്യാൻ ടെൽ യു, വന്നിട്ട് ഒരു 11-year-old ഗേൾ, ഓക്കെ, എക്സ്ട്രീം വോമിറ്റിംഗ്, ഭയങ്കര വോമിറ്റിംഗ്. എന്താണെന്ന് മെഡിക്കൽ സയൻസിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡിഡ് അറിയാലോ, MRI, CAT സ്കാൻ എല്ലാം ചെയ്തു. ഒരു ദിവസം 21 പ്രാവശ്യം ഛർദ്ദിക്കും. നമുക്ക് 2-3 പ്രാവശ്യം വൊമിറ്റ് ചെയ്താൽ തന്നെ നമ്മൾ തളർന്നു പോകും. ഓക്കെ, ഈ കുട്ടി 21 പ്രാവശ്യം പ്രൊജക്ടൈൽ വൊമിറ്റിംഗ്, അതായത് ഇങ്ങനെ ഛർദ്ദിക്കുക, ദാറ്റ് ഇസ് പ്രൊജക്ടൈൽ വൊമിറ്റിംഗ്, അത് ചെയ്തു. നത്തിങ്. അവസാനം കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു. സംസാരിച്ച് വന്നപ്പം ദർ ഇസ് നോ പാരന്റൽ പ്രഷർ ഈവൻ പഠിക്കാനായിട്ട്. ഷീ ഹെർസെൽഫ് ഹാസ് സെറ്റ് എ ബെഞ്ച് മാർക്ക് ഫോർ ഹെർ. ഓക്കെ, ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിക്കണം. ഷീ കുഡൻറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി സ്മോൾ തിങ്, ബട്ട് ആങ്സൈറ്റിയിലേക്ക് ചെന്ന് സ്ട്രെസ്ഡായി, ഷി വാസ് ഡിപ്രസ്ഡ്. അങ്ങനെയാണ് ഈ പ്രൊജക്ടൈൽ വൊമിറ്റിങ്ങിലോട്ട് വന്നത്. സോ ഇറ്റ് കുഡ് ബി എനിത്തിങ്, നീഡ് നോട്ട് ബി യുനോ നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യാൻ പോകുന്നു അങ്ങനെയല്ല, അങ്ങനെ ഒരു ഹോപ്പ്ലെസ് ഇതായിട്ടല്ല. കുഡ് ഹാപ്പൻ എനി ടൈം. ആർക്കും ഏത് ഏജിലും വരാവുന്ന ഒരു കാര്യം. ചെറിയ കുട്ടികൾക്ക് എന്താണ്, കുട്ടികൾക്ക് സന്തോഷമായിട്ട് നടന്നുകൂടെയെന്നോ, ദേ ഹാവ് ദെയർ ഓൺ പ്രോബ്ലംസ്. അവരെ ഒരു മനുഷ്യനായിട്ട്, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെ ഇത് ചെയ്യണം. ജസ്റ്റ് ബിക്കോസ് അവർ ചെറുതാണ്, ദേ പവർലെസ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ അധികാരം കാണിക്കാനായിട്ടുള്ള ശ്രമം ഒക്കെ ഉണ്ടാകും. പക്ഷേ യെസ്, അറ്റ് എനി ഏജ് ദേ ക്യാൻ ഹാവ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, നമ്മളിപ്പോൾ ട്രോമയെ പറ്റി സംസാരിച്ചല്ലോ, ജീവിതത്തിൽ പല ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെയും കടന്നു പോയിട്ട് പ്രത്യേകിച്ച് അതൊന്നും ട്രോമായിട്ട് എടുക്കാത്ത ആളുകളുണ്ടാവില്ലേ, അവരെന്താ നമ്മൾ പറയാ? ചില ആൾക്കാർ അവരെ നത്തിങ് അഫക്ട്സ് ദം, ദേ ആർ പ്രിറ്റി സ്ട്രോങ്. അതും ഒരു മെന്റൽ കണ്ടീഷനായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. മെന്റൽ കണ്ടീഷനായിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ദേ ആർ പ്രിറ്റി സ്ട്രോങ്. അവരുടേതായ രീതിയിൽ ദേ ഹാവ് ദെയർ ഓൺ കോപ്പിംഗ് മെക്കാനിസം. ഓക്കെ, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ദേ ഹാവ് ദാറ്റ്. അവരുടേതായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു, പലതും ചെയ്ത് അവർ മുമ്പോട്ട് പോകുന്നു. ഐ ഹാവ് സീൻ ദം. അവർക്കത് പ്രശ്നമല്ല. പക്ഷെ ചിലർക്ക് ഇതെന്ത് ചെയ്താലും ബുദ്ധിമുട്ടാവും. ആൻഡ് ദെൻ നമുക്കൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷനൊക്കെ വരെ, അതായത് മെഡിക്കേഷനിലോട്ട് പോകേണ്ട കേസസും. മാം, നമ്മളിപ്പോൾ ഡിപ്രഷനെ പറ്റി സംസാരിച്ചല്ലോ, എന്താണ് OCD? അതിങ്ങനെ ചുമ്മാ ത്രോ അറൗണ്ട് ചെയ്യേണ്ട ഒരു ടേം ആണോ? ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണെന്ന് അറിയാലോ OCD. അപ്പം എനിത്തിങ് എന്തും ഒരു ഒബ്സഷൻ ഉള്ള, ഇപ്പം അതായത് ഇപ്പം ഒന്ന് എക്സ്ട്രാ 2 പ്രാവശ്യം കൈ കഴുകിയാൽ യു സേ ദാറ്റ് ഇറ്റ്സ് OCD. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം എടുത്തിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് OCD ആണെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തുണി മടക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ മടക്കണം, അങ്ങനെ. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്ന പോലെ, ഇഫ് ഇറ്റ് എഫക്ട്സ് യുവർ ഡെയിലി റുട്ടീൻ, ഈ OCD കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീനെ ബാധിക്കുന്ന തരത്തിൽ വരുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ ഡിസോർഡർ. അല്ലാതെ വെറുതെ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ സാധനങ്ങൾ അടുക്കി വെക്കുന്നു, സോ ഐ ഹാവ് OCD എന്ന് പറഞ്ഞാൽ that is a part of discipline, right? part of discipline. You are a self-disciplined person, so you are like that. അത്രേ ഉള്ളൂ. അല്ലാതെ if anything that affects your daily routine, that is the cue. OCD എന്ന കണ്ടീഷൻ ആക്ച്വലി ഈ പറയുന്നതിനേക്കാളും ഒരുപാട് ഭീകരമല്ലേ? അത് ഉള്ളവർക്ക് ലൈക്ക് അവര് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും തെറപ്പി പ്ലസ് സൈക്കാട്രിക് ഇന്റർവെൻഷൻ വേണ്ട കേസസ് ആണ്. അതെ, ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് വുഡ് ബി ത്രോൺ അറൗണ്ട്. ചുമ്മാ വെറുതെ എനിക്ക് OCD ആണ് എന്ന് പറയുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തും അങ്ങനെ അതൊരു ലേബൽ ചെയ്ത് സ്വയം പറയുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് ടേക്ക് ഹെൽപ്പ്. ഇൻ പോപ്പ് കൾച്ചർ, മാം, പോപ്പ് കൾച്ചർ ഫിലിംസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ഇൻ പോപ്പ് കൾച്ചർ ഈ OCD പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഐ തിങ്ക് ഫഹദ് ഫാസിലിന്റെ നോർത്ത് 24 കാതം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് OCD ആയിട്ടാണ് കാണിക്കുന്നത്. പലരും അതും ഒരു എന്താ പറയുക, അതൊരു തമാശയുടെ ആംഗിളിലാണ് എടുക്കുന്നത്. കാരണം പുള്ളി അതിൽ
ഈ OCD കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ ഹീസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് റിലേഷൻഷിപ്സ് വർക്ക്. അതൊക്കെ പുള്ളിയുടെ OCD കാരണം പുള്ളിക്ക് തടസ്സങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. അതാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് ഫണി. ഇവർ ഇങ്ങനെ കഴിക്കുന്ന രീതി, കൈ കഴുകുന്ന രീതി, അത് മാത്രമല്ല ആ ഒരു ബ്ലോക്കാണ് ടു മേക്ക് റിലേഷൻഷിപ്സ് വർക്ക്. അങ്ങനെ പല ആസ്പെക്റ്റിലും അവർക്ക് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവുകയാണ്. ഒരു തമാശയ്ക്കും അപ്പുറം അപ്പുറം തീർച്ചയായിട്ടും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ത്രോ നെയിംസ് അറൗണ്ട്. ഡോണ്ട്. സോ മാം, നമ്മുടെ ഒരു മുന്നത്തെ ജനറേഷൻ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു 80s 90s ആ ഒരു കാലഘട്ടത്തിൽ, 90s എന്ന് പറയുമ്പോൾ ഏർലി 90s വരെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന് വന്ന ആളുകൾ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ദേ ആർൻറ്റ് എഫക്റ്റഡ് ബൈ എനിത്തിങ്. അവർക്ക് ട്രോമ ഇല്ലാതല്ല, അവർക്കുണ്ടെങ്കിലും അവർക്കത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ദേ ആർ നോട്ട് എഫക്റ്റഡ്. ലൈക്ക് അവർക്ക് ദേ റിയലി ഡോണ്ട് കെയർ എന്നുള്ള രീതിയിലാണ്. ഇസ് ഇറ്റ് ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ് ദാൻ ദിസ് ജനറേഷൻ, ഓർ ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഫ്രൈജൈൽ ആയതുകൊണ്ടാണോ? അല്ല, ആക്ച്വലി അവരിൽ ഒരു അവയർനെസ്സിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അല്ലേ? മെന്റൽ ഹെൽത്തിനെ പറ്റി ഒരു അവയർനെസ്സിന്റെ കുറവുണ്ടായിരുന്നു. ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ട്രോമയാണോ, ഇനി പിന്നെ ഒരു ട്രോമ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ ഇറ്റ്സ് ദേ ആർ ആസ്ക്ഡ് ടു ഹഷ് ഇറ്റ് അപ്പ്. ആ ഒരു സമയത്ത് മതി. ഇപ്പം ഒരു റേപ്പ് വിക്റ്റിമോ അങ്ങനെ എന്ത് ഇതിൽ കൂടെ സെക്ഷൽ വയലൻസിലോ ലെറ്റ്സ് എനിത്തിങ്, നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ ചെന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ അടി കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള, വീട്ടിൽ നിന്ന് കിട്ടും, അത് നന്നായി പോയി കിട്ടിയതെന്ന് പറയും. യുനോ ആ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഐ വുഡ് സേ ലാക്ക് ഓഫ് അവയർനെസ്സിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് അന്ന് അവർ പറയാത്തതും. അതിനെക്കുറിച്ച് ഐ വുഡൻ സേ ദാറ്റ് ദേ വർ സ്ട്രോങ് ഓർ ഇപ്പോഴത്തെ ഫെർജൈൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് മുമ്പോട്ട് വന്ന് സംസാരിക്കാനും. സോ മെനി അവന്യൂസ്. അപ്പം അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരുപാട് അവസരങ്ങളുള്ള ഈ കുട്ടികൾ അത് ലൈക്ക് ആറിൻ ദേ മേക്കിംഗ് ലൈക്ക് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പലരും കാണുന്നില്ലേ? എന്തെടുത്താലും ദെൽ ബി എ സ്മോൾ പെർസെൻറ്റേജ് അത് മിസ്യൂസ് ചെയ്യുന്നവരും കാണും. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ വലിയൊരു പെർസെൻറ്റേജിനെ മറന്നുകൊണ്ട് യുനോ അവയർനെസ് അറിയിക്കരുത്, അവയർനെസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ജനറലി എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രോമ എന്ന് പറയുന്നത് ലൈക്ക് there is trauma, we get it, like we all get it, we all been through something in our lives. പക്ഷേ പലരും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് അവരത് ലൈഫ് ലോങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഐ ബിലീവ് ഇസ് ലൈക്ക് യു കാൻ ജസ്റ്റ് ലൈക്ക് ഇതിനൊരു അവസാനം വേണ്ടേ? ലൈക്ക് ജീവിതകാലം മൊത്തം ഞാൻ ട്രോമറ്റൈസ്ഡ് ആണ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ലൈക്ക് അതൊരു ബ്രാൻഡൊക്കെ ആക്കി, ബ്രാൻഡല്ല സോറി, അത് അത് ഒരു ലേബലാക്കി സ്വയം ആ ലേബൽ ദേഹത്തൊട്ടിച്ച് ലൈക്ക് ആൾക്കാരെയൊക്കെ അറിയിച്ച് അങ്ങനെ നടക്കുന്നവരുണ്ടാവുമല്ലോ. അവരെ പറ്റി ലൈക്ക് എന്താണ് മാഡത്തിൻ്റെ ഒരു? അവരെ പറ്റി പറയാനുള്ളത്, ഇഫ് യു ആർ ഗോയിങ് ത്രൂ സംതിങ്, നിങ്ങൾ പറഞ്ഞു നടക്കുന്നതിലല്ല അർത്ഥം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബലും ചുമന്ന് നടക്കുന്നതിലല്ല കാര്യം. യു ഷുഡ് ടേക്ക് ഹെൽപ്പ്, ഫിനിഷ് ഇറ്റ് ഓഫ്, ഗെറ്റ് എ ക്ലോഷർ. ആ ക്ലോഷർ കിട്ടുന്നിടത്തല്ലേ ആക്ച്വലി ഒരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത്. അത് ഈ പക്ഷെ അവിടെയും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ട്രോമ ഒന്നല്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് വേറെയാണ്. അതുകൊണ്ട് അവർ വീണ്ടും ആ ട്രോമ അവരിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നൊരു ലോജിക്ക് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ട്രോമ അവരിൽ നിന്ന് വിട്ടുപോകാത്തത് കൊണ്ടാണ് അവർ ദേ കീപ് ഓൺ യുനോ ആസ്കിങ് അല്ലെങ്കിൽ ഷെയറിങ് വിത്ത് പീപ്പിൾ. അതാണോ ഉദ്ദേശിച്ചത്? അതെ, അവരെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ച് പബ്ലിക്കലി ഈ ട്രോമയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ഓവർ ഷെയറിങ് ഇപ്പോൾ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ടെൻഡൻസി ആണല്ലോ. ഇപ്പൊ വളരെ പബ്ലിക്കായിട്ട് തന്നെ അത് വെച്ച് തന്നെ മാർക്കറ്റ് ചെയ്ത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, കാരണം അങ്ങനെയല്ലല്ലോ. ദിസ് ഇസ് നമ്മുടെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുത്ത് യു ഗെറ്റ് ഹെൽപ്പ് എന്നുള്ളതേ ഉള്ളൂ. അതിനെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് സെൽഫ് പ്രൊമോഷൻ, ഐ ഹാവ് നത്തിങ് ടു സേ അബൌട്ട് ദാറ്റ്. ട്രോമ വെച്ച് വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാം. അതെ. ഓക്കെ മാം, സോ ഇപ്പോൾ ട്രോമയുടെ കാര്യം പറഞ്ഞു. ട്രോമയിൽ നിന്ന് നമ്മൾക്ക് നേരെ വരാനുള്ളത് ഇപ്പോൾ നമ്മൾ വളരെ കറൻ്റ്ലി സ്പീക്കിംഗ് നമ്മൾ സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനൽസ്, ന്യൂസ് പേപ്പേഴ്സ് എല്ലാത്തിലും നമ്മൾ കാണുന്നത്
ആർ എപ്പിസോഡ്സ് ഓഫ് വയലൻസ്. ലൈക്ക് വളരെ വയലൻ്റ് ആയിട്ടൊരു ജനറേഷൻ ആണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി 2K കിഡ്സ് എന്ന് പറയും. 2K കിഡ്സിൻ്റെ ഇടയിൽ ഒരു വളരെ വയലൻ്റ് ആയിട്ടൊരു ജനറേഷൻ ആണ് ഉള്ളത് എന്നൊരു സംസാരമുണ്ട്. ലൈക്ക് ഈ ജനറേഷൻ മാത്രമാണോ ഇത്രയും വയലൻ്റ് ആയിരുന്നത്? മുൻപുള്ള ജനറേഷനിലും ഇത്തരം വയലൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല? അത് പക്ഷേ ആൾക്കാർ അറിയാതിരുന്നതല്ലേ? ഇത്രയും ഒരു സർജ് കേരളത്തിൽ ഒരു യൂത്ത് വയലൻസിൽ ഇത്രയും സർജ് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റൈറ്റ് ഓർ റോങ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ബട്ട് സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ, വയലൻറ്റ് മീഡിയ, പിന്നെ ഷിഫ്റ്റ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈൽസ്, ലാക്ക് ഓഫ് എംപത്തി, ഇതെല്ലാം ഇതിനൊരു ഇവരെല്ലാം ദേ പ്ലേ എ വെരി റെലവൻറ്റ് റോൾ ഈ ഒരു വയലൻസ് കുട്ടികളിൽ ഉണ്ടാവുന്നതിൽ. അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. അതൊരു സത്യം തന്നെയാണ്. അത് നമ്മൾ എഗ്രി ചെയ്തേ പറ്റുള്ളൂ. അതിനു വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പോയിൻറ്റിങ് ഫിംഗേഴ്സ് ആൻഡ് ബ്ലെയിം ഗെയിം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് കാരണം തന്നെയാണ് ഇത്രയും അധികം ഒരു സർജ് വരാനും. പക്ഷെ മാം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞു, പാരൻറ്റിങ് സ്റ്റൈൽസിനെ പറഞ്ഞു, പക്ഷേ നമ്മൾ ഇപ്പോഴും പലരും അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രശ്നം കൂടി വരുന്ന ഡ്രഗ് അഡിക്ഷൻസ് ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ജനറേഷൻ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ കൂടി വരുന്ന ചില ഹാബിറ്റ്സ് ആണ്. എസ്പെഷ്യലി കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിക്കാൻ എന്നുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ അത് കാരണം മൈൻഡ് ഓൾട്ടറിങ് ഡ്രഗ്സ് ഉപയോഗിച്ച് അത് കാരണം വയലൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് മാഡം എങ്ങനെ പ്രതികരിക്കും? നമുക്ക് ഡ്രഗ്സ് വളരെ ചെറിയ യു ആർ ഏബിൾ ടു കീപ്പ് ഇറ്റ് ലീഗലി. ദർ ഇസ് എ മിനിമം ഗ്രാംസ് വിച്ച് യു ക്യാൻ കീപ്പ്. അത് തന്നെ നമുക്ക് ആൽക്കഹോൾ വയ്ക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഈവൻ ലോ തന്നെ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര ഗ്രാംസ് ഓഫ് ഡ്രഗ്സ് ലീഗലാണ്, മറ്റത് ലീഗലല്ല. അവിടെ നിന്ന് തുടങ്ങണം. ഇപ്പോൾ സിംഗപ്പൂർ പോലത്തെ കൺട്രീസിൽ ഇറ്റ്സ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. യു ഹാവ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്, യു ആർ ഡൺ. ചോദ്യം ഉത്തരവില്ല, ഒന്നുമില്ല, മരണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇതിൽ ഇറ്റ്സ് വെരി ലീനിയൻറ്റ്. ഐ വുഡൻറ്റ് സേ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ വളരെ ലീനിയൻ്റ് അല്ല. വേറെ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം, ഇപ്പോൾ സിംഗപ്പൂർ പോലത്തെ വെച്ച് നോക്കുമ്പം ഇറ്റ്സ് വെരി ലീനിയൻറ്റ്. അപ്പം അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട്. അതിൻ്റെ യൂസേജും കുട്ടികളിൽ അത് ലഭ്യമാവുന്ന രീതികളും എല്ലാം അതിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ലീനിയൻസി ഇൻ ദ ലോ, ഇഫ് ഐ ഹാവ് ടു സേ ഫ്രം ദെയർ. അല്ല, നമ്മളൊരു ലീഗൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. സോ വേൾഡിലെ ഏറ്റവും അഡിക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഹെറോയിൻ, ദെൻ കംസ് കൊക്കെയിൻ, ദെൻ കംസ് നിക്കോട്ടിൻ. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന മെത്തംഫെറ്റമിനും ബാക്കി സാധനങ്ങളൊക്കെ വരുന്നത്. സോ ഐ തിങ്ക് ലൈക്ക് അതിപ്പോൾ മൂന്നാമത് ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലീഗൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ള ഡ്രഗ്സിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ലൈക്ക് നമ്മുടെ സർക്കാരുകൾക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈസ് ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. അതും അങ്ങനെ ഗവൺമെന്റ് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാതെ വളരെ എന്താ പറയാ, വളരെ സുലഭമായിട്ട് അത് ലഭിക്കുന്നു. ഈ പറഞ്ഞ പോലെ അഗൈൻ ഓൺലൈൻ മീഡിയയിൽ കൂടെ തന്നെ ഒരുപാട് സെമി ഡാർക്ക് വെബ് വഴി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഐ എം നോട്ട് എ വെരി ടെക് പേഴ്സൺ, ബട്ട് സ്റ്റിൽ ഐ ഹാവ് റെഡ് ഇതുവഴിയൊക്കെ ഒരുപാട് ഇവർക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഡ്രഗ്സും കാര്യങ്ങളും. അപ്പോൾ അതിനെല്ലാം ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് വന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ചർച്ചയിൽ മാത്രം ഒതുങ്ങും ഇതെല്ലാം. നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ? ഇപ്പം ഓസ്ട്രേലിയയിൽ 18 or 16, ഐ ഡോണ്ട് റിമെമ്പർ, 16 ഇയേഴ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഇസ് ബാൻഡ്. ഓക്കെ, അവരതിൻ്റെ വലിയ ഒരു പാഠം പഠിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു വലിയൊരു മെഷർ എടുക്കണമെങ്കിൽ വി ക്യാൻ ഓൾസോ ഡു ദാറ്റ്. പക്ഷെ ബാൻ ചെയ്യുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ മാം, പക്ഷെ ബാൻ ചെയ്യുന്ന ഈ അടുത്ത് വളരെ പ്രശസ്തനായ ഒരു സാമൂഹ്യ നിരീക്ഷകൻ പറയുന്നത് ഞാൻ കേട്ടു. ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, മാറ്റി നിർത്തുകയല്ല വേണ്ടത്, നമ്മൾ അവരെ അത് കുറച്ചുകൂടി എങ്ങനെ അതെങ്ങനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതെന്ന് എന്നാണ് ഞാൻ കേട്ടത്. ഈ അടുത്ത് കേട്ടൊരു സംഭവമാണ്. ഇപ്പോൾ ഈ
നമ്മുടെ കുട്ടികളെ ഒരു ഏജ് തൊട്ട് ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, ഇസ് ഇറ്റ് ഹെൽത്തി ടു ടെൽ ദം ദാറ്റ് സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സോഷ്യലി സ്മോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യലി ഗെറ്റിംഗ് ഹൈ ഈസ് ഓക്കെ എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം? സി ആലൻ, ഇത് കുട്ടികൾക്ക് ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇങ്ങനെ മനസ്സിലായി. ഇത് നമുക്ക് ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ലിറ്റിൽ മോർ ഡീപ്പർ. നമ്മുടെ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട് ബ്രെയിനിൻ്റെ, അതാണ് ഇറ്റ്സ് ദ ഡിസിഷൻ മേക്കിംഗ് ഒരു ഏരിയ. ഓക്കെ, അത് ഡെവലപ്പ് ആവണമെങ്കിൽ 18, 19, 20 അത്രയെങ്കിലും എത്തണം. അവിടെയാണ് നമുക്ക് റൈറ്റ് ആൻഡ് റോങ് മനസ്സിലാവുന്നത്. ആ ഒരു ഏജെങ്കിലും എത്തണം, മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ബാൻസ് ആർ ഓക്കെ എന്ന് പറയുന്നത്. കാരണം അതിന് മുൻപ് ഒരു കുട്ടിക്ക് ഇറ്റ്സ് ഹാർഡ് ടു മേക്ക് എ ഡിസിഷൻ. റൈറ്റ് ആൻഡ് റോങ് എടുക്കാനുള്ള ഡിസിഷനിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സമയത്ത് പഠിപ്പിച്ച് തന്നെ നമ്മൾ കൊടുക്കണം. അല്ലാതെ എന്തിനാണ് ബാൻ, അത് പറഞ്ഞ് ശീലിപ്പിച്ചാൽ പോരെ? നോ, ഇത് ഇത്രയും എത്തിയാൽ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ വി ആർ ബിൽറ്റ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഈ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്സ്റ്റൻസസിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ അവർക്ക് കുറച്ചും കൂടെ എന്ന് വെച്ച് മോശമായി പോകും. അതൊക്കെ ചോയ്സസ്. ഇതിപ്പം ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ അത് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ സോഷ്യൽ മീഡിയ ഇതൊക്കെ കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ അവൻ്റെ റൈറ്റ് ടൈം എത്തുമ്പോൾ ഹി ക്യാൻ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ ഓർ റോങ് ഡിസിഷൻ. ഇറ്റ്സ് ഫൈൻ, ബട്ട് ഹി റീച്ച് ദാറ്റ് ഏജ് അല്ലേ? ഒരു എത്തിക്കലായിട്ട് നമുക്കത് തിങ്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മാം പറയുന്നത്. യാ മാം, ലൈക്ക് ഈ ഡ്രഗ് അഡിക്ഷൻ ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഓവർകം ചെയ്ത അവർക്കൊക്കെ കാര്യമായ മെന്റലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മാം അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് റീഹാബിൽ കൂടെ കടന്നു. ആഫ്റ്റർ റീഹാബ് അല്ലെങ്കിൽ ബിഫോർ ഗോയിങ് ടു റീഹാബ് ദാറ്റ് യു സജസ്റ്റഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഷുഡ് ഗോ ടു റീഹാബ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ടായിട്ടുണ്ട്. റീഹാബ് ഇസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ്, അവരുടെ കൗൺസിലിംഗ് ഇസ് എ ഡിഫറെൻറ്റ് അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലൈസൻസിങ്. അപ്പം അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് വരാറില്ല. പക്ഷേ വെൻ ദേ നീഡ് ഐ റെഫർ. അങ്ങനത്തെ കേസസ് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ബീൻ സ്ട്രഗ്ലിങ്. വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പം അത് നമ്മൾ പേഴ്സണലി കാണുമ്പം യു ഫീൽ വെരി സാഡ്. അത് ശരിക്കും അവരെ അങ്ങോട്ട് റീഹാബിൽ എത്തിക്കാനും പാടാണ് ഫാമിലിക്കൊക്കെ. അപ്പം അതിന് മുമ്പേ ഇറ്റ്സ് ഓൾവേസ് പ്രിക്കോഷൻ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് അല്ലേ? അതൊരു ഇത്രയും വലിയ നമുക്ക് ഈ സർജ് ഇൻ വയലൻസ് വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ഇല്ല, ഇപ്പോഴും പലരും ചിന്തിക്കുന്നില്ല, ഇനി ചിന്തിക്കൂല, ഇനി അടുത്തൊരു കേസ് വരും, അപ്പോഴും ഈ ഡിസ്കഷൻ. ഇപ്പോൾ ഉള്ള ഈ ബഹളം മാത്രമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഈ ഡ്രഗ് പ്രോബ്ലം എല്ലാവരും പതുക്കെ മറന്നോളും. ഇനി ഒരു വലിയ കേസ് വരും, വീണ്ടും ഇത് ചർച്ചാ വിഷയം. ദാറ്റ്സ് ഇറ്റ്, അത് എൻഡ്സ് ദേർ, നോ ആക്ഷൻ ടേക്ക്. അതിലാണ് നമുക്ക് ഗ്യാപ്സ്. പക്ഷേ ഈ ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ നമ്മൾ എന്താ, ഡ്രഗ് പെഡ്ലേഴ്സിനെ നമുക്ക് ക്രിമിനൽസ് എന്ന് തന്നെ ലേബൽ ചെയ്യാം. ബിക്കോസ് ലൈക്ക് ദേ സെൽ ഇറ്റ്, ദേ നോ ഇറ്റ്, ദേ സെൽ ദീസ് സ്റ്റഫ്സ് ആൻഡ് ലൈക്ക് ദേ പെഡൽ ദിസ്. സോ അവരെ നമുക്ക് ക്രിമിനൽസ് എന്ന് തന്നെ ലേബൽ ചെയ്യാം. പക്ഷേ ഡ്രഗ് അഡിക്ട്സിനെ നമുക്ക് ടോട്ടലി ക്രിമിനൽസ് എന്ന് ലേബൽ ചെയ്യാൻ പറ്റുമോ? അവര് ഈ ഡ്രഗ്സ് എടുത്തിട്ട് when they get involved in a criminal act, yeah, they are. പക്ഷെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു റീഹാബ് ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രഗ് അഡിക്ട്സിനെ എല്ലാവരെയും കൊണ്ട് ജയിലിൽ കുത്തി നിറച്ചിട്ട് കാര്യമില്ലല്ലോ. ജയിലില് ക്രൈം ചെയ്താൽ പിന്നെ ക്രൈം ചെയ്താൽ ദാറ്റ് ഇസ് എ വെരി ഡിഫറെന്റ് ആംഗിൾ. പക്ഷെ യൂസ് ചെയ്ത് പിടിച്ചു എന്ന് പറയുന്ന ഒരാളെ ജയിലിൽ അടച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിന്റ് ഇൻ ദാറ്റ്. ബിക്കോസ് പിടിച്ചെന്നാണോ അതോ കൈവശം വെച്ചു? കൈവശം വെച്ചു പോലത്തെ കൺട്രീസിൽ കൈവശം വെച്ചാൽ ദാറ്റ്സ് എ ക്യാപിറ്റൽ പണിഷ്മെന്റ്. ആലൻ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ, യു ആർ മച്ച് യങ്ങർ ദാൻ മീ. വാട്ട് യു സേ, ഇസ് ഇറ്റ്, വാട്ട് യു തിങ്ക്, ഈ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് സിംഗപ്പൂരിന്റെ രീതി നല്ലതാണോ ചീത്തയാണോ? ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് എന്താ പറയാ, നമ്മുടെ ഒരു സോഷ്യൽ സെറ്റിങ്ങിന് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടൊരു രീതി അല്ല എന്ന് പറയുന്നത്. കാര്യം ഇന്ത്യ ആസ് എ കൺട്രി എന്താ പറയാ, ഫ്രം ഏജസ് ലൈക്ക് നമ്മുടെ കൺട്രിയിൽ സെലിബ്രേഷൻസ്, നവരാത്രി, ഹോളി ഒക്കെ വരുമ്പോഴത്തേക്കും ദർ ഇസ് ബാങ്. വാട്ട് ഡസ് ബാങ് കം ഫ്രം എന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഒരു റിലീജിയസ് സെന്റിമെന്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ഒരു പല സ്ഥലങ്ങളിലെയും സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ദർ വാസ് ദി സർജ് ഓഫ് ഡ്രഗ്സ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ സെക്ടർ ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ രീതി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും, വി ആർ വെരി വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി. സോ അങ്ങനെ നോട്ട് നെസസറിലി സിംഗപ്പൂരിലെ പോലെ നമുക്ക് ഈ കൈവശം വെച്ച് പിടിച്ചവരെ ഇല്ല ഡ്രാസ്റ്റിക് മെഷർ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ്
ഐ ഡോണ്ട് തിങ്ക് സോ. ഈ ഡ്രഗ് അഡിക്ട്സിനെ എല്ലാം കൊണ്ട് ലൈക്ക് പിടിച്ച് ജയിലിലിട്ടാലോ ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്താലോ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇത് വെച്ചാൽ ഒരുപാട് ഈ ഡ്രഗ് പെഡ്ലിംഗ് കുറയൂലേ? പെഡ്ലേഴ്സിന് ആക്ച്വലി പെഡൽ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ലൈക്ക് സിവിയർ പണിഷ്മെന്റ്സ് ഇല്ലെങ്കിൽ പെഡ്ലിംഗ് നടക്കുന്നുണ്ട് ആവശ്യമില്ല. പെഡൽ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു സിവിയർ പണിഷ്മെന്റ് വേണം. പക്ഷെ ടേക്കേഴ്സ് എന്ന് പറയുന്നത് പലരും അറിയാതെ വളരെ റിക്രിയേഷണൽ ആയിട്ട് ഇതിലേക്ക് മഫിൻസിൽ അതേ ഡു ഇറ്റ് ഫോർ ഫൺ. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ കൂടി റിയലി ഡോണ്ട് നോ വേർ ടു ഡ്രോ ദ ലൈൻ. അവരിതിലേക്ക് അറിയാതെ ഇറങ്ങിപ്പോകും. സോ പെഡൽ ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താ പറയാ കാര്യമായ ശിക്ഷാ നടപടികൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. മാം ഇപ്പൊ നമ്മൾ ആക്ച്വലി ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റി സംസാരിച്ചു. പക്ഷെ അടുത്ത മാഡം തന്നെ ഈ കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് മീഡിയാസ് ഈ എന്താ പറയാ ഈ ഒരു വയലന്റ് ടെൻഡൻസിയെ കുറച്ചുകൂടി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? വളരെയധികം. സാഡ്ലി ടു സേ. കാരണം മൂവീസിൽ ഇവിടെ പ്രത്യേകിച്ചും ഞാൻ കണ്ടിട്ടില്ല, പലപ്പോഴും കണ്ടിട്ടുള്ളത് വയലൻസ് ഉള്ള മൂവീസ് ഫ്രണ്ടിൽ പോയി കുട്ടികളൊക്കെ ഇരുന്ന് ഈ കാണുന്ന ഒരു ഇതാണ് കണ്ടിട്ടുള്ളത്. അതായത് എനിക്കറിയാവുന്ന എൻ്റെ ഒരു നെയ്ബർ പറയായിരുന്നു, ഐ ഡോണ്ട് നോ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഇസ് ഇറ്റ് ഓക്കെ ടു സേ ദ നെയിം മാർക്കോ പോലത്തെ ഉള്ള സിനിമ ഇറങ്ങിയ സിനിമയല്ലേ? അതെ. അപ്പോൾ ഇറങ്ങിയപ്പോൾ അത് കണ്ടപ്പം ഇറ്റ് വാസ് ഷോക്കിംഗ്. ഒരു 8ാം ക്ലാസ്സിലൊരു കുട്ടി അത് കണ്ടു. ആൻഡ് ഐ വാസ് ലൈക്ക് ഇതിന് ഐ മീൻ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എ റേറ്റഡ് ആർ മൂവി, അല്ലെങ്കിൽ ഒരു PG-13 എങ്കിലും ഉണ്ടാവണം. പക്ഷേ അതൊക്കെ ഉണ്ടായോ, അല്ലെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി നിന്നില്ല, കുട്ടിക്ക് കാണാൻ പറ്റില്ല. അല്ല മാം, പക്ഷെ ഈ ഒരു 8ാം ക്ലാസ്സുകാരൻ ഒരു റേറ്റഡ് മൂവി എങ്ങനെ കണ്ടു എന്നുള്ളത് ആ 8ാം ക്ലാസ്സുകാരന്റെ കുഴപ്പമാണോ അതല്ലെങ്കിൽ അത് കാണിച്ച പേരൻസിന്റെയാണ്. ഞാൻ ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് ദ പേരൻസ് ഇത് യു ഷുഡന്റ് ബി ടേക്കിംഗ്. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എന്താ പറയാ വളരെ പൊളിറ്റീഷ്യൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് വളരെ പ്രോമിനന്റ് പൊളിറ്റീഷ്യൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് മൂവീസ് ലൈക്ക് മാർക്കോ ഹാസ് ഇൻഫ്ലുവൻസ് കിഡ്സ്, അടിപിടി ഈ സംഭവം എല്ലാം കുട്ടികളെ കാണിച്ച്. പക്ഷെ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിലുള്ള തിയേറ്റേഴ്സിൽ തന്നെ ഈ എന്താ പറയാ ഇത്തരം വയലൻസ് സിനിമകളിൽ കുട്ടികൾ കയറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ ആളില്ല. എനിക്ക് വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ മാർക്കോ സിനിമ കണ്ടാണ്, ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. പക്ഷെ ഞാൻ കാണാൻ പോയ സമയത്ത് ലൈക്ക് തിയേറ്റർ 100% ഒക്യുപ്പൻസി ആയിരുന്നു. ലൈക്ക് ഫ്രണ്ട് സീറ്റ്സ് വരെ ഇറ്റ് വാസ് ഫിൽഡ്. പക്ഷെ ആ 100% ഒക്യുപ്പൻസിയിൽ 60% എന്ന് പറയുന്നത് ഫാമിലിയാണ് വിത്ത് ചിൽഡ്രൻ. സോ ദ തിങ് ഇസ് മെയിനായിട്ട് ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു കുട്ടികളെ കേട്ടരുത് എന്ന്. ഇന്റർവെൽ വരെ ഇരുത്തി സിനിമ കാണിച്ചിട്ട് കുട്ടികളെ കേട്ട് ഇനി വരാൻ പോകുന്ന വയലൻസ് ആണ്, അതുകൊണ്ട് ഈ കുട്ടികളെ കേട്ടരുത്. അത് ടിക്കറ്റ് കൊടുക്കുമ്പോൾ നോക്കാതെ അത്ര ആളുകളെ തിയേറ്ററിലേക്ക് തള്ളി കയറ്റിയിട്ട് ഇന്റർവെല് കഴിഞ്ഞ് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് പറയുന്നതിൽ. പിന്നെ ഈ വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഐ ഡോണ്ട് റിയലി തിങ്ക് അത് ഒരു മൂവീസിന്റെ ഇൻഫ്ലുവൻസ് മാത്രം ഉണ്ടെന്ന്. അത് മെന്റാലിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും പറയാം. കാര്യം റിപ്പർ ജയാനന്ദൻ, റിപ്പർ ചന്ദ്രൻ 10-14 കൊലകളൊക്കെ ചുമ്മാ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ ഏത് സിനിമ കൊണ്ട് ഇൻസ്പയർ ആയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിപ്പം ചൈൽഡ്ഹുഡ് ട്രോമ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനെ അപ്പം നമ്മൾ അതിനോട്ട് ന്യായീകരിക്കുന്നില്ല. പക്ഷേ അഗൈൻ ഞാൻ ഒരു മരിച്ചുപോയ നടി ശ്രീദേവി ശ്രീദേവിയുടെ ഒരു ഇൻ്റർവ്യൂ കാണായിരുന്നു. അപ്പം അതിൽ ശ്രീദേവി ബീങ് ആൻ ആക്ട്രസ് പറയുന്നത് ഒരു കിസ്സിങ് സീൻ വന്നാൽ ഐ വുഡ് എൻ്റെ കുട്ടികളുടെ കണ്ണ് ഞാൻ പൊത്തും എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ വയലൻസ്. ആ കുട്ടികൾ ഇപ്പോൾ സിനിമയിൽ എന്താ ചെയ്യുന്നത്? Okay, I have no comments, but again. But yeah, personal choice. I say, ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ചെയ്യണമായിരിക്കും. Yes, അത് ഒരു ആക്ടർ ആവുമ്പോൾ നമ്മൾ എന്തായാലും. ശ്രീദേവി ബീങ് ദ പാരന്റ് എന്താണ് അവിടെ കൺവേ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീദേവിയുടെ ഇന്റർവ്യൂ കാണുമ്പം പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ എൻ്റെ മക്കൾ ഒരു കിസ്സിങ് സീൻ കാണുകയാണെങ്കിൽ ഞാൻ കണ്ണു പൊത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തിനാണ് നമ്മൾ കുട്ടികളിൽ കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്? ഇസ് ഇറ്റ് ദ വയലൻസ് ഓർ ദ സെക്ഷൽ കണ്ടന്റ്? എനിക്കറിയാം നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ നമ്മൾ ഒരു PDA അല്ലെങ്കിൽ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ നമ്മൾ അങ്ങനെ അത് എൻകറേജ് ചെയ്യാറില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ അഗെയിൻ വയലൻസ് അതിനെയും റെസ്ട്രിക്റ്റ് ചെയ്യണ്ടേ?
അല്ലേ? പക്ഷേ ഇപ്പം ശ്രീദേവിയുടെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ലൈക്ക് വാട്ട് മൂവീസ് ദേ ആർ ഡൂയിങ്, പക്ഷേ വാട്ട് മൂവീസ് ദേ ആർ ഡൂയിങ് വി ഓൾ നോ ഇറ്റ്. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ്, പേഴ്സണൽ ചോയ്സ്, ആക്ട്രസ് ആണ്. ഇത് ഒരു കാഴ്ചക്കാരന്റെ, നമ്മൾ കാണാൻ പോകുന്നവർക്ക് വി ഹാവ് എ ചോയ്സ്. എനിക്ക് ആക്ച്വലി ബുദ്ധിമുട്ടില്ല, അത് നല്ല സിനിമകളാണ് കാണാൻ രസമാണ്. അല്ല, പ്രായപരിധിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോറി. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇന്ത്യയിൽ ദ ജനറൽ ട്രെൻഡ് ഐ ഹവ് സീൻ ഇസ് ലൈക്ക് സെക്സ് എന്നും ഒരു ടബു ടോപ്പിക്കാണ്. ലൈക്ക് ഈ പറയുമ്പോൾ പിടിച്ചിരുത്തുക, കണ്ണു പൊത്തുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വയലൻസ് ഇസ് കൺസിഡേർഡ് ടു ബി കുറച്ച് ഓക്കെ. ലൈക്ക് കുട്ടികളെ വയലൻസ് സിനിമകൾ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ ഈ മാർക്കോ പോലുള്ള സിനിമകളുടെ ഒരു ശതമാനം ആരാധകർ ചിലപ്പോൾ കുട്ടികളായിരിക്കാം. പക്ഷെ I wouldn't blame the kids. I wouldn't blame the filmmakers, because the actual problem lies where these parents actually introduce these films to these children. അവര് ഈ സിനിമകൾ ഈ കുട്ടികളെ കാണിക്കുന്നത് വലിയൊരു പ്രോബ്ലമാണ്. അത് നമ്മുടെ പാരന്റിങ് ടെക്നീക്സിന്റെ തന്നെ ഫ്ലോ ആണ്. കുട്ടികൾക്ക് ശരിക്കും വിവേചന ബുദ്ധി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ സിനിമകൾ എന്താണ് അവരിലേക്ക് ഇൻഫ്ലിക്ട് ചെയ്യുന്നതെന്നോ അവർക്കറിയില്ല. ഈ പേരൻസ് ആണ് ഇത് ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്. നമ്മളാണല്ലോ കൊണ്ടുപോകുന്നത്. ഒരു കുടുംബചിത്രം എന്ന് പറഞ്ഞ് പോകുമ്പം ഒരു ഫുൾ ഫാമിലി പോകുന്നു. അതിൽ ആസ് പേരൻസ് വി ഷുഡ് നോ ഇതിലുള്ള എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. അതറിഞ്ഞിട്ട് വേണം അവരെ എക്സ്പോസ് ചെയ്യാൻ. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി ഏത് സിനിമയിൽ നിന്ന് വേണമെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവാം. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് മഹേഷിന്റെ പ്രതികാരം, അതിൽ അത് വളരെ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. പക്ഷെ സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത് മഹേഷ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ജംഗ്ഷനിൽ വെച്ച് അടി കിട്ടുകയും അദ്ദേഹം അത് തിരിച്ചടിക്കാൻ പോകുന്നതാണ്. അത് കണ്ടുവരെ ഇൻസ്പയർ ആയിട്ട് ഉള്ള ആളുകൾ ഉണ്ട്. Later they have also did crime. So സിനിമകൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ വരുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു എഡ്യൂക്കേറ്റ് കിഡ്സ് റാദർ ദാൻ ടെലിംഗ് ദം ദാറ്റ് ലൈക്ക് അവരെ ലൈക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനേക്കാളും അവരോട് ലൈക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ബെറ്റർ മാറ്റി നിർത്തുക. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഏജ് ഉണ്ടല്ലോ, വേർ ദേ നോ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ള ഒരു പ്രായമുണ്ട് സയൻറ്റിഫിക്കലി സ്പീക്കിംഗ്. അത് കഴിഞ്ഞാൽ ലെറ്റ് ദം ഡിസൈഡ്. അതിന് മുമ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഭയങ്കര എന്ത് ഹെയ്റ്റ് സ്പീച്ചും അങ്ങനത്തെ ഒരു ഗ്രൗണ്ടാണ് ഇത് ബേസിക്കലി, അല്ലേ? എന്തും പറയാം, അതിനൊക്കെ വാലിഡേഷനും ഉണ്ട്. യു ഗെറ്റ് ദ ലൈക്സ്, ലവ്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് യു ഫീൽ ദാറ്റ് ഓക്കെ വാട്ട് ഐ എം ഡൂയിങ് ഇസ് റൈറ്റ്, ഓക്കെ ഞാൻ എന്നാ ചെയ്യാം. അതിനൊരു മോട്ടിവേഷനാണ്. അപ്പം മോട്ടിവേഷനാണ് ഒരു പരിധിവരെ ഇതിലും എത്തിക്കുന്നത്. മോട്ടിവേഷന്റെ കാര്യം പറയുമ്പോൾ ലൈക്ക് മൂവീസ് ആക്ച്വലി മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ ലൈക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നത് റാംബോ, റോക്കി, ബ്ലഡ് സ്പോർട്ട്. എനിക്ക് ആക്ച്വലി സെൽഫ് ബെറ്റർമെന്റും എനിക്ക് ഐ പേഴ്സണലി വാണ്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ്. ഒരു ബോക്സിംഗ് മൂവി കണ്ടു എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ബി എ വെരി ഗുഡ്, ഒരു വലുതാവുമ്പോൾ ഒരു ബോക്സർ ആവാം, അതൊരു മോട്ടിവേഷനാണ്. പക്ഷെ വെൻ യു ഗ്ലോറിഫൈ ദിസ്, എന്താണ് ഒരു റാംബോയിൽ ആക്ച്വലി വിയറ്റ്നാംകാർ ഇങ്ങനെ വെടിവെച്ച് ചതറിക്കുക. സോ എനിക്ക് ആക്ച്വലി എന്താ പറയാ, എനിക്ക് വാട്ട് ഐ ബിലീവ് എനിക്ക് അങ്ങനെ തോന്നി സിനിമയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മൂവീസിന്റെ ഒരു ഇമ്പാക്റ്റ് ഓൺ ചിൽഡ്രൻ, അതിലെ വയലൻസ്, അതുപോലെ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഗെയിംസ്. ഇപ്പോൾ വീഡിയോ ഗെയിംസിൽ ഭയങ്കര ഗ്രാഫിക്കായിട്ടും ക്രിയേറ്റീവായിട്ടുമാണ് ഈ ബ്രൂട്ടൽ കില്ലിങ്സ് ഒക്കെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഐ ഡോണ്ട് നോ ഹൗ ദേ തിങ്ക് അബൌട്ട് ഓൾ ദീസ്, എങ്ങനെ ക്രിയേറ്റീവായിട്ട്. അപ്പോൾ അത് കുട്ടികൾ കുറച്ച് ഇത് ഒരുപാട് കളിച്ച് കഴിയുമ്പോൾ ദേ ഫീൽ ദാറ്റ് ഒരു റിയാലിറ്റി ആയിട്ടുള്ള ദേ ഫീൽ ദാറ്റ് ഇത് റിയൽ ലൈഫിലോട്ട് അഡിക്ഷൻ എന്ത് റിയൽ ലൈഫിലോട്ട് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറേയൊക്കെ നോക്കുകയാണ്. ഗെയിംസ് ആക്ച്വലി വാട്ട് ഐ ബിലീവ് ഇസ് ലൈക്ക് ഗെയിംസിന്റെ ആ ഒരു ക്രക്സ് വരുന്നത് ഇന്നും ഇന്നലെ അല്ല. ലൈക്ക് ഗെയിംസ് ലൈക്ക് ഫ്രം ലൈക്ക് നമുക്ക് ആലോചിക്കാൻ എത്ര പുറകോട്ട് ആലോചിച്ചാലും ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു റെവല്യൂഷൻ വന്ന് ഐ തിങ്ക് ഇറ്റ് ഇസ് ഫ്രം റോക്സ്റ്റാർ ഗെയിംസ്, GTA Vice City. GTA Vice Cityയുടെ തീം തന്നെ ഇറ്റ് ഇസ് അബൌട്ട് ടോമി വേഴ്സിറ്റി ബീങ് എ ഡ്രഗ് ലോർഡ് ഇൻ മയാമിയുടെ ഒരു സെറ്റിംഗ് ആണ് അങ്ങനെ. സോ ആൾക്കാർ അത്രയും പുറകിലോട്ട് തന്നെ എന്താ പറയുക ഇതിലോട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ GTA Vice City കളിച്ചവരാരും അങ്ങനെ ഒരു അറിയില്ല. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും
അറിയില്ല. പക്ഷേ അഗെയിൻ ഈ പറഞ്ഞ പോലെ വട്ട് ഐ ഹാവ് റെഡ്, ഞാനും വീഡിയോ ഗെയിംസുമായിട്ട് അങ്ങനെ അതൊരു കളിക്കുന്ന ഒരാളല്ല. എന്നാൽ പോലും ഒരുപാട് കുട്ടികൾ വന്ന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ഒരു ഇൻട്രാക്ഷനിൽ കൂടെ എനിക്ക് മനസ്സിലായ കാര്യം ദർ ഇസ് സെക്കൻഡ് ലൈഫ് അങ്ങനെയൊക്കെ ഉണ്ടോ. ഐ മീൻ യു മൈറ്റ് ബി നോയിങ് സെക്കൻഡ് ലൈഫ്. അത് കഴിഞ്ഞ് ദേ ഫീൽ ദാറ്റ് ഇതിന്റെ കോൺസിക്വൻസ് ഇല്ല, യു ഗെറ്റ് എ ലൈഫ് ബാക്ക്. പക്ഷെ ഇത് റിയൽ ലൈഫിൽ ഇവർ കാണിക്കുമ്പോഴാണ് നമുക്ക് കാർ മോഷ്ടിക്കാം, ആൾക്കാരെ ഇടിക്കാം, കോൺസിക്വൻസസിനോടൊരു ഇല്ല. അപ്പോൾ ദേ ഫീൽ ദാറ്റ് ഇത് റിയൽ ലൈഫിലും നടക്കും. ഇപ്പോൾ ഒരു ക്രൈം കഴിഞ്ഞു, ഓക്കെ, ഇനി അടുത്തത് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് അവർക്ക്. പക്ഷേ ഇതിൽ ഒരുപാട് ലോ ഉണ്ട്, ജുവനൈൽ ഹോം, ജയിൽ, ഇതൊന്നും ഉണ്ടെന്നുള്ള വലിയ ഒരു ഹാർഷ് റിയാലിറ്റി ഇവർ അറിയുന്നില്ല. നമ്മുടെ ഒരു ഹീറോ ഇത് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി അത് ഗ്ലോറിഫൈ ചെയ്യും. നമ്മൾ യു ലുക്ക് അപ്പ് ടു ദം ആൻഡ് ട്രൈങ് ടു ഇമിറ്റേറ്റ് ആൻഡ് പ്രോബബ്ലി ദേ ഫീൽ ദാറ്റ് ഇറ്റ്സ് റൈറ്റ്. അവർ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. കാരണം അതിനുള്ള വിവേചന ബുദ്ധിയെ ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിലുള്ളൂ. അപ്പം അത് ഇപ്പം നമ്മൾ ഈ ഒരു 15 വയസ്സുകാരൻ്റെ നമ്മൾ കണ്ടു, ഒരു ഗ്യാങ് ഓഫ് 12th ഗ്രേഡേഴ്സ് ഒരു ഫെയർവെൽ പാർട്ടിക്ക് നടന്ന ഒരു ചെറിയ വഴക്ക്. അത് അവർ ദേ ടുക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ഈ കുട്ടിയെ വിളിച്ചു വരുത്തി ഗ്യാങ് ആയിട്ട് അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കുട്ടി ഹോസ്പിറ്റലായി. മരിച്ചു കഴിഞ്ഞിട്ടും ദർ ഇസ് നോ റിമോഴ്സ്, ദർ ഇസ് നോ എംപത്തി. അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ വീണ്ടും ഈ കുട്ടിയെ they were enjoying the killing actually വേണമെങ്കിൽ പറയാം. അപ്പം അതെല്ലാം നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതല്ല മറ്റേതാണ്, ദിസ് ഇസ് ദ റീസൺ, ദിസ് ഇസ് നോട്ട് ദ റീസൺ എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല. മെഷേഴ്സ് എടുക്കണമെങ്കിൽ കുറച്ച് ഡ്രാസ്റ്റിക് സ്റ്റെപ്സ് ഇപ്പോഴെങ്കിലും എടുക്കണം. അവർക്ക് ഞാനും ചില ഓഡിയോ ക്ലിപ്സ് ഒക്കെ കേട്ടോ, അവർക്ക് ആക്ച്വലി എന്താ പറയുക, അവർ പറയുന്നത് കേസ് ഒരു പ്രശ്നമല്ലെന്നാണ്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ആ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വളരെ എന്തും നടക്കും ഇവിടെ എന്നുള്ളൊരു നോഷൻ ഉള്ളതുകൊണ്ടാവാം. ഇപ്പോൾ നമ്മൾ വയലൻസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആക്ച്വലി എന്താ പറയുക, ഒരു സൈഡിൽ വയലൻസ് ആണെങ്കിൽ ഒരു സൈഡിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകളുടെ സൂയിസൈഡ്സ് ആണ് നമ്മൾ കേൾക്കുന്നത്. ലൈക്ക് വളരെ റാംപൻ്റ് ആയിട്ട് സൂയിസൈഡ്സും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഈ അടുത്ത് നടന്ന ഒരു സ്കൂളിലൊരു കുട്ടിയുടെ സൂയിസൈഡാണ്. ഇറ്റ്സ് വെരി സാഡ്. ആക്ച്വലി നമ്മൾ പറയുന്ന പോലെ ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് എൻ ഇക്കോസിസ്റ്റം. നമുക്ക് ഒരു സ്കൂളിനെ മാത്രം കുറ്റം പറയുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് മാത്രമല്ല, ഇറ്റ്സ് എൻ ഇക്കോസിസ്റ്റം. പാരൻറ്റിങ്ങിലെ ഗ്യാപ്സും ഒരു പരിധി വരെ ഇതിനുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്, പണ്ട് നമുക്കൊരു 4 ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ട്. ഇതിലിപ്പോൾ കൂടുതലും കാണുന്നത് ഇറ്റ്സ് മോസ്റ്റ്ലി പെർമിസീവ് പാരൻറ്റിങ്, അതല്ലെങ്കിൽ ദി അതർ സ്പെക്ട്രം. നമ്മൾ സ്കൂൾസിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ പാരൻറ്റിങ് ഫ്ലോസിനെ പറ്റിയും പറഞ്ഞു. പാരൻറ്റിങ് ഫ്ലോസ് ഒരു പരിധി വരെ റെക്ടിഫൈ ചെയ്യേണ്ട, ലൈക്ക് സ്കൂളെന്ന് പറയുന്നത് സെക്കൻഡ് ഹോം എന്നല്ലേ പറയുന്നത്. ഈ പാരൻറ്റിങ് ഫ്ലോസിനെ ഒരു പരിധി വരെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം സ്കൂൾസിനില്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടി സോ കോൾഡ് ട്രബിൾ മേക്കർ ആണെങ്കിൽ എന്താ പറയുക, ആ ഒരു ആംഗിളിൽ എന്താണ് അയാളുടെ ട്രബിൾ അല്ലെങ്കിൽ എന്താണ് അയാളുടെ ബുദ്ധിമുട്ട് എന്ന് എക്സ്പ്ലോർ ചെയ്ത് അയാളുടെ ആ കുഴപ്പത്തെ റെക്ടിഫൈ ചെയ്യണോ, അല്ലെങ്കിൽ അയാളെ TC കൊടുത്ത് ട്രബിൾ മേക്കർ ആണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു വിടണോ? ഒരിക്കലും അല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു മോർ ദാൻ 10 years സ്കൂൾ കൗൺസിലർ ആയിട്ടുണ്ട്. ഐ ഹാവ് ഇൻറ്ററാക്റ്റഡ് വിത്ത് മെനി ചിൽഡ്രൻ ആസ് എ സൈക്കോളജിസ്റ്റ്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, സ്കൂൾ ഇസ് എ സെക്കൻഡ് ഹോം. അവിടെ ഒരുപാട് ഇൻ്റർവെൻഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേർ ഇസ് എ ചൈൽഡ് സേഫ് പ്ലേസ്? ഒരു കുട്ടിയുടെ സേഫസ്റ്റ് പ്ലേസ് എവിടെയാണ്? ഹോം. സേഫസ്റ്റ് പീപ്പിൾ, അവന് തോന്നുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് പേരൻസ് അല്ലേ? അവിടെ ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റുന്നില്ല. ദിസ് ചൈൽഡ് വാസ് ബുള്ളീഡ് ഇൻ വൺ സ്കൂൾ. അവിടെ നിന്ന് അവർ തന്നെ TC വാങ്ങിച്ചു പോയി, അടുത്ത സ്കൂളിൽ പോയി. ഇതൊന്നും പേരൻസ് ഈ ബുള്ളിങ് ഒന്നും ഈ കുട്ടിയിൽ കാണുന്നില്ല, ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നില്ല. ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ കുറഞ്ഞു വരുമ്പോഴാണ് ദേ ഡിപ്പെൻഡ് ഓൺ ദ പിയേഴ്സ്. സ്കൂളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു, ലൈക്ക് കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒരിക്കലും അല്ല. കൈ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇറ്റ്സ് എൻ ഇക്കോസിസ്റ്റം. പേരൻസിൻ്റെ ഹെൽപ്പും വേണം. കാരണം ഇവൻ തിരിച്ചു പോകുന്നത് ആ വീട്ടിലേക്കാണ്. സോ പേരൻസിനും ആ അവയർനെസ് കൊടുക്കണം. അവരതിനനുസരിച്ച് അറിയാൻ ശ്രമിക്കണം.
ദിസ് ഇസ് യുനോ എന്ത് ടൈപ്പ് ഓഫ് പേരൻസ് ആയാലും യു കുഡ് ബി എ സിംഗിൾ പാരൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള അല്ലെങ്കിൽ കോ പാരൻറ്റിങ്, എന്ത് ടൈപ്പ് ഓഫ് പാരൻ്റ് ആണെങ്കിലും സിറ്റ് വിത്ത് യുവർ ചൈൽഡ് ഒരു 20 minutes ഇരുന്ന് സംസാരിച്ചാൽ, ജസ്റ്റ് അറിയാൻ ശ്രമിക്കുക, ജസ്റ്റ് ബി ക്യൂരിയസ്, എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. ദേ മൈറ്റ് നോട്ട് ടെൽ യു, ദറ്റ്സ് ഓക്കെ, പക്ഷേ എന്നാലും ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുമ്പം ദേ ഫീൽ ലൈക്ക് ഷെയറിങ്. ഓ അറ്റ്ലീസ്റ്റ് ദർ ഇസ് സംബഡി ടു ഷെയർ. അത് അവിടെ നിന്ന് തുടങ്ങണം. പേരൻസ് അറിയാൻ ശ്രമിക്കണം. അല്ലാതെ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തൊരു സ്കൂളിൽ കൊണ്ടാക്കിയോണ്ട് ഇനി സ്കൂളെല്ലാം ചെയ്തോട്ടെ എന്ന് പറയുന്ന പ്രവണതയും ശരിയല്ല, അല്ലേ? അല്ല, ഒരു പരിധി കഴിയുമ്പോൾ അവർക്കും വേറെ വഴിയില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മെഷർ ഇസ് TC. അത് ശരി തന്നെയാണ്. പക്ഷേ എഗെയിൻ പേരൻസ് ചെയ്യേണ്ട ഒരു വലിയ ഭാഗമുണ്ട്. എഗെയിൻ ഞാൻ കമ്മിങ് ബാക്ക് ടു പെർമിസീവ് പാരൻറ്റിങ് ആൻഡ് ദി അതർ സ്പെക്ട്രം വിച്ച് ഇസ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ മാം പറഞ്ഞു സിംഗിൾ പാരൻറ്റ്, കോ പാരൻറ്റ്, ലൈക്ക് ഒരു കൺവെൻഷണൽ ഹൗസ് ഹോൾഡ് സെറ്റപ്പ് തന്നെ ഒരു കുട്ടിക്ക് വളർന്നു വരാൻ വേണം എന്നുണ്ടോ? അല്ലെങ്കിൽ ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരു വീട്ടിൽ ഒരു ഫാദർ ഫിഗറിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നേർച്ചറിങ് കേപ്പബിലിറ്റിക്ക് വേണ്ടി ഒരു മദർലി ഫിഗറിൻ്റെ ആവശ്യമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് അത് ഒരു ഫാദർ ഫിഗർ ഇല്ലാത്ത കുട്ടികൾ ലൈക്ക് ദേ മൈറ്റ് ഡെവലപ്പ് ഡാഡി ഇഷ്യൂസ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് ടേം, ബട്ട് വാട്ട് ഐ ഹേർഡ് ഇസ് ദേ ഡെവലപ്പ് ഡാഡി ഇഷ്യൂസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി യുനോ ഗേൾസ്, they develop daddy issues after a certain age if there is no father figure in their lives എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. So what do you think about that? സിംഗിൾ പാരൻറ്റിങ് നല്ല രീതിയിൽ രണ്ട് റോളും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനെ കണ്ടിട്ടുണ്ട്. ദർ ആസ് എ മദർ, ദർ ആസ് എ ഫാദർ. അപ്പം അത് ചില സമയത്ത് യുനോ ഇറ്റ്സ് വെരി ടാക്സിങ് രണ്ടിതും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ചില സന്ദർഭങ്ങളിൽ അവർക്ക് ചിലപ്പോൾ ഒരു അമ്മയാവാൻ പറ്റിയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു അച്ഛനാവാൻ, അച്ഛൻ്റെ ഒരു റോള് വാട്ട് എവർ ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം എ ഡാഡ് ഷീ ഈസ് നോട്ട് പ്രോബബ്ലി റിസീവിങ്. അപ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി അവർക്ക് പേരൻസിന് എല്ലാ രീതിയിലും എന്താ പറയുക ലൈക്ക് ഒരു ദേ കാൺ ബി ബോത്ത് എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഒരാൾക്ക് രണ്ടും ബ്യൂട്ടിഫുള്ളി ചെയ്യുന്ന പേരൻസ് ഉണ്ട്. പക്ഷേ അറ്റ് സം പോയിന്റ് ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനാണ്, ചില സമയത്ത് അതെല്ലാ റോളും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള സൂപ്പർ ഡാഡ് സൂപ്പർ മോംസ് ഒന്നും ആവാൻ എപ്പോഴും പറ്റിയിരിക്കില്ല. അപ്പോൾ പാരൻറ്റിങ് ഇപ്പം ഇപ്പോഴത്തെ റെലവൻറ്റ് ഇഷ്യൂ നമ്മൾ പറഞ്ഞത് ഇസ് അബൌട്ട് വയലൻസ് ആൻഡ് അതിന്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് എനിക്കിപ്പം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റ് ഇൻ പാരൻറ്റിങ് സ്റ്റൈൽസ് വന്നത് ഹാസ് എൻ ഇമ്പാക്റ്റ് ഓൺ ദീസ് വയലൻസ് എന്ന് ഐ വോണ്ടഡ് ടു ഷെയർ. അപ്പം ദർ ഇസ് പെർമിസീവ് പാരൻറ്റിങ്. ഇപ്പോഴത്തെ ഒരു റെലവൻറ്റ് പാരൻറ്റിങ് സ്റ്റൈൽസ് കാണുന്നത് പെർമിസീവ് പാരൻറ്റിങ്ങും മറ്റേ സ്പെക്ട്രം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അപ്പോൾ പെർമിസീവ് പാരൻറ്റിങ് നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം, എന്തും സമ്മതിച്ചു കൊടുക്കുക, ദർ നോ റൂൾസ് ഇൻ ദ ഹൗസ്, എന്ത് വേണോ ആവാം, എന്തും സമ്മതിച്ചു കൊടുക്കുന്നു, എന്ത് സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു, ആ ഒരു ഇതിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്നത്, ഇറ്റ്സ് ഓൾവേസ് നേച്ചർ ആൻഡ് നേച്ചർ അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി എങ്ങനെയായിരിക്കും? വാട്ട് വിൽ ബി ദ ഒരു ബിഹേവിയറൽ ഔട്ട്കം ഓഫ് എ ചൈൽഡ്? Just you have been a child once. You are still a child, but that's okay. പക്ഷേ എന്തായിരിക്കാം അത് ചില ചൈൽഡ്ഹുഡൊക്കെ വളരെ സന്തോഷമായിട്ട് തന്നെ പോവായിരിക്കും, ലൈക്ക് എല്ലാം കിട്ടുന്നു അങ്ങനെ. പക്ഷെ ഐ തിങ്ക് അങ്ങനൊരു പോയിന്റിൽ ലൈക്ക് പല കാര്യങ്ങളുടെയും വാല്യൂ ഡിസ്റിഗാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കാൻ പറ്റാത്തൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ട്രൂ. ഇറ്റ്സ് ട്രൂ. വളരെ ഇമ്പൾസീവ് ബിഹേവിയർ ആണ്. പിന്നെ ഈ ഒരു റെസ്ട്രിക്ഷൻസും വെക്കാത്തത് കൊണ്ട് ഒരുപാട് ആങ്കർ ഔട്ട് ബേസ്റ്റും എന്തും വാശി പിടിച്ച് എവിടെയും, കാരണം വീട്ടിലത് സാധിക്കുന്നുണ്ട്, വെളിയിലും അത് തന്നെ എടുക്കാൻ ശ്രമിക്കും. സം പിയേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അത് സാധിച്ചു കൊടുക്കും, ചിലരിടത്തുനിന്ന് അത് നടക്കാതെയും വരും. ആ സമയത്താണ് ഈ ആങ്കർ ഔട്ട് ബേസ്റ്റും ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു വയലൻസ്. അപ്പം അങ്ങനൊരു പോസിബിലിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ ദി അതർ എക്സ്ട്രീം വിച്ച് ഇസ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം വാട്ട് ഇസ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. ഫുൾ ടൈം യുനോ ഫുൾ മോളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ട്യൂഷന് കൊണ്ടുവിടുന്നു, അടുത്ത ബാഡ്മിൻ്റൺ, അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ചാർട്ടഡ്. ഇവർക്കെല്ലാം അറിയാം. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്താണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികളിൽ എന്തായിരിക്കും ഒരു ഔട്ട്കം? ഐ തിങ്ക് ഒരുപാട് റെസ്ട്രിക്ട് ചെയ്തവര് ലൈക്ക് ദെൽ ബി ലൈക്ക് എന്താ പറയുക, ഈ പറന്ന് നടക്കുന്ന ആളുകളൊക്കെ പിടിച്ച് കിളികളൊക്കെ പിടിച്ച് കൂട്ടിലിടില്ലേ. അപ്പോൾ അതിനൊരു എപ്പോഴും ഒരു വ്യഗ്രത കാണും, ലൈക്ക് പുറത്തേക്ക് പോകാനും അങ്ങനെ ലൈക്ക് അങ്ങനെ തുറന്നു വിടുമ്പോൾ they'll have this burst of emotions. Like do you think they'll misuse the freedom? പെട്ടെന്ന് മോണിറ്റർ ചെയ്യാൻ ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ I don't not necessarily misusing അല്ല,
സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ വുഡൻ നോ ഹൗ ടു ഇന്ററാക്ട് വിത്ത് സർട്ടൻ ക്രൗഡ്സ്. They've never interacted with these people, but they'll definitely not know how to interact with. I've met people like this. They wouldn't know how to interact in a friends group. They wouldn't know how to socialize. They wouldn't know all these things. സോഷ്യൽ സ്കിൽസ് വളരെ കുറവായിരിക്കും. ഇതാണ് എൻ്റെ ഒരു നിഗമനം. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. സോഷ്യൽ സ്കിൽസ് കുറവ്. രണ്ടാമത് ഒരു സ്ട്രെസ് വരുമ്പം ദേ ഡോണ്ട് നോ ഹൗ ടു കോപ്പ്. ഈ കോപ്പിംഗ് സ്കിൽസും അവർക്ക് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞൂടെ ഒരു ഇത് വരുമ്പം ദാറ്റ് ക്യാൻ ലീഡ് ടു ഒരു പരിധിവരെ സെൽഫ് ഹേർട്ട്. ഓക്കെ, ഇവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വരുമ്പോൾ സംടൈംസ്, കാരണം എന്തും സാധിച്ചു കൊടുക്കുന്നതെന്നല്ല, ദർ ഓൾവേസ് മോണിറ്റേർഡ് ആൻഡ് ദർ ആസ് ടു ഡു സർട്ടൻ ഇങ്ങനെ അവരുടെ ലൈഫ് ഇസ് ഓൾറെഡി ചാർട്ടഡ് ബൈ ദീസ്. മാം, ഇപ്പം നമ്മൾ ഹെലികോപ്റ്റർ പാരന്റിങ്, മോണിറ്ററിങ് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിക്ക് പ്രൈവസിയുടെ ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പ്രൈവസിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രൈവസി എന്ന് പറയുന്നത് ഏജ് ബൗണ്ട് അല്ലേ? 5 വയസ്സുള്ള കുട്ടിയുടെ പ്രൈവസി അല്ല 15 വയസ്സുള്ളൊരു കുട്ടിക്ക്. അപ്പം ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം 15 വയസ്സുള്ളൊരു ഒരു കുട്ടിക്ക് സ്വന്തം റൂം കൊടുക്കണം. ഇപ്പോൾ 2 സിബ്ലിങ്സ് ഉണ്ട്, ബോയ് ഗേൾ ആണെങ്കിൽ യെസ് ദേ പ്രിഫർ 2 ഡിഫറെൻറ്റ് റൂംസ്. കാരണം പ്യൂബർട്ടി അവരത് കഴിഞ്ഞ് വളരെയാണ്, അപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അപ്പം 2 റൂം കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പല വീടുകളിലും ഡോർ ലോക്ക് ചെയ്യരുത്. ഞാൻ പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നത്. എന്ത് പറയും, കഥ അടച്ചിരിക്കാനേ പറ്റില്ല. അത് പക്ഷേ എത്ര പ്രായം വരെയായിരുന്നു? എനിക്ക് വളരെ ഡോർ അടയ്ക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഐ തിങ്ക് ദേ ഷുഡ് റെസ്പെക്ട് യുവർ പ്രൈവസി. ഇല്ല, എനിക്ക് വളരെ നേരത്തെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡോർ അടയ്ക്കാനുള്ള പെർമിഷനൊക്കെ കിട്ടി. അത് ഏത് വയസ്സായിരിക്കും? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു again it's the right and wrong. ഒരു 14-15 ആ ഒരു സമയത്തായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലായി. അല്ല, അപ്പം ആലന്റെ ഒരു മെച്യൂരിറ്റി ലെവൽ അവർക്ക് മനസ്സിലായി. ഓക്കെ. അല്ല, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ടീൻ. പക്ഷേ ടീൻ കഴിയുമ്പം ദാറ്റ് ഈസ് ദ ഇന്ത്യൻ സിസ്റ്റം. ബട്ട് ഇഫ് യു ഗോ ടു വെസ്റ്റേൺ കൺട്രീസ്, അവിടെ യു ഹാവ് ടു ഡോറിൽ ബാർ ചെയ്ത് വരാൻ പാടില്ല, യു ഹാവ് ടു നോക്ക്. പേരൻസും കുട്ടികളും തമ്മിൽ അത്തരമൊരു വാളിന്റെ ആവശ്യമുണ്ടോ? അത്ര ഒരു വാളിന്റെ ആവശ്യം ഒരു പ്രായം വരെ അതിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഗുഡ് ടു മോണിറ്റർ, ജസ്റ്റ് ടു ചെക്ക്. അല്ലെങ്കിൽ റൂമിനകത്തിരുന്ന് ബോംബ് ഉണ്ടാക്കി ബസ്റ്റ് ചെയ്താലും നമ്മളറിയില്ല. കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹൈസ്കൂൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അത് ആ ലെവലിലോട്ട് പോകും. സോ ഇറ്റ്സ് എ ബെറ്റർ, ഇന്ത്യൻ സെറ്റിംഗ് ഇസ് മച്ച് ബെറ്റർ ഈ ഒരു കാര്യത്തിൽ. ആണല്ലേ? ഓക്കെ മാം, അപ്പോൾ ഈ പാരന്റിങ് സ്റ്റൈൽസിന് ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ. അവിടെ ദേ ഹാവ് ക്ലിയർ റൂൾസ്, ഹയർ എക്സ്പെക്റ്റേഷൻസ് ഓർ മിഡിൽ എക്സ്പെക്റ്റേഷൻസ്. അതേപോലെ ദേ വാല്യൂ ഇൻഡിപെൻഡൻസ് അലോട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഔട്ട്കം കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അക്കാഡമിക്സും അതെല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ പോയേക്കാം. പക്ഷെ അതിനെക്കാട്ടിലും സോഷ്യൽ സ്കിൽസ്, അവർക്ക് എങ്ങനെ ഒരു സൊസൈറ്റി പെരുമാറണം. കാരണം ദേ ഗിവിങ് ദറ്റ് ഇൻഡിപെൻഡൻസ്. ഇപ്പം നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പം ചില പേരൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കുട്ടിയുടെ അടുത്ത് പേര് ചോദിക്കുമ്പം അവർ ചാടി കയറി പറയും സുരേഷ് അല്ലെങ്കിൽ ആലൻ എന്ന് പറയും. അങ്ങനല്ല, കുട്ടിക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അപ്പം അവിടെ ഒരു കൺട്രോളാണ്. അപ്പം അതൊന്നും ഇല്ലാത്ത ഒരു ദാറ്റ് ഇസ് വെയർ ഐ സെഡ് അബൌട്ട് വാല്യൂയിങ് ഇൻഡിപെൻഡൻസ്. അതിൽ നിന്നൊക്കെ വളരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്കമാണ് ബെറ്റർ സോഷ്യൽ സ്കിൽസ്, ദേ ആർ ഏബിൾ ടു അക്കോമഡേറ്റ് ഇൻ ദ സൊസൈറ്റി. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ലൈക്ക് ഐ തിങ്ക് ഈ പറഞ്ഞ പാരന്റിങ്, ഐ നെവർ ന്യൂ ദർ ആർ പാരന്റിങ് സ്റ്റൈൽസ്. സോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഈ പറഞ്ഞ മേ ബി ഐ ഹവ് സംവൺ ഹൂസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദിസ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. അപ്പോൾ ലൈക്ക് ഈ സോ കോൾഡ് ലൈക്ക് വൈൽ ഗ്രോയിങ് അപ്പ് ഞാൻ എൻ്റെ പേരൻസ് വളരെ നല്ല ആൾക്കാരായിരുന്നു. ലൈക്ക് ദ തിങ് ഇസ് അവർ ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ചില സമയത്തൊക്കെ എൻ്റെ ഈ സോ കോൾഡ് പ്രായത്തിൻ്റെതായ ചില കുസൃതികൾ അതിങ്ങനെ കൂടി വന്ന് ലൈക്ക് ദേ ഹാഡ് ടു ലൈക്ക് ഒരുപാട് സ്കൂൾസിൽ നിന്ന് ചീത്തയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ലൈക്ക് ഞാൻ കാരണം ലൈക്ക് ദേ ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഡിസ്റെസ്പെക്ട്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ്, പക്ഷെ അപ്പോഴൊന്നും ദേ നെവർ ലൈക്ക് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയോ. ലൈക്ക് എന്താ പറയുക, ദേ ഓൾവേസ് ബിലീവ്ഡ് ഇൻ മൈ ടാലന്റ്. വെരി സപ്പോർട്ടീവ് അല്ലേ? ദേ ബീൻ അബ്സല്യൂട്ട്ലി സപ്പോർട്ടീവ്. അത് തന്നെയാണ് വേണ്ടത് അല്ലേ? ഇപ്പം ഒരു തെറ്റ് ചെയ്തു, ശരി, അത്
പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഒരു ലോഡുകൾ തെറ്റുകളായിട്ട് എന്നും വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അത് അവര് ലൈക്ക് എന്നും ലൈക്ക് ഒബ്വിയസ്ലി വഴക്ക് പറയും, ബഹളം വെക്കും. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പെർമിസീവ് ആൻഡ് അതോറിറ്റേറ്റീവ്. ഡു യു തിങ്ക് അങ്ങനെ ഒരു അല്ല, കുറച്ച് ഹെലികോപ്റ്റർ പാരന്റിങ് ഉണ്ടായിരുന്നു. ഒരു ഈ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുറച്ച് ഹെലികോപ്റ്റർ പാരന്റിങ്ങിലേക്ക് വന്നു. അപ്പോൾ മോണിറ്റർ ഇവനെ മോണിറ്റർ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ ആഫ്റ്റർ ഒരു ലൈക്ക് 12th വരെ, ഒരു 10th തൊട്ട് 12th വരെ ഭയങ്കര ഹെലികോപ്റ്റർ ആയിരുന്നു. അപ്പൊ ക്രൂഷ്യൽ ഇയേഴ്സ് ഭയങ്കര ലൈക്ക് ഇങ്ങനെ ശ്വാസം മുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവോൾവ്ഡ്. ലൈക്ക് അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് കയറിയപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ലൈക്ക് ദേ ആർ ടു ഡിഫറെന്റ് പീപ്പിൾ. രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ പോലെ. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ടു. സോ ഈസ് എന്താ പറയാ 8.5 years യങ്ങർ ദാൻ മീ. സോ അപ്പോ മേ ബി ഞാൻ അവർക്കൊരു പാരന്റിങ് ലെസൺ ആയിരിക്കാം. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ബോൺസ് ആണ് നമ്മുടെ ഒരു ട്രയൽ ആൻഡ് എറർ കുട്ടി എന്ന് പറയാം. പാരന്റിങ് നെവർ കംസ് വിത്ത് എ മാനുവൽ. അപ്പം അതുകൊണ്ട് ഇത് പഠിച്ച് ആദ്യത്തെ കുട്ടികൾ പരീക്ഷിച്ചിട്ടായിരിക്കും അടുത്തതിലോട്ട് പോകുന്നത്. അപ്പം യു ടേൺഡ് ഔട്ട് വെൽ. സോ ദേ ഡിഡ് എ ഗുഡ് ജോബ്. നന്നായി. മാം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ജനറേഷനിലുള്ള കുട്ടികൾ വളരെ ഡിജിറ്റലി കണക്റ്റഡ് ആണെന്ന്. നമുക്ക് അവരെ എങ്ങനെ ഈ സ്ക്രീനുകളിൽ നിന്ന് മാറ്റാം? അല്ലെങ്കിൽ ഈ വളരെ എന്താ പറയുക, വീഡിയോ ഗെയിംസിലും ഈ ടാബ്ലറ്റ്സിലും ഈ ഇങ്ങനെ ഇതിൽ കാണുന്ന സിനിമകളിലൊക്കെ എന്താ പറയുക അഡിക്റ്റഡ് ആയി ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ലൈക്ക് സപ്പോസ് ഞാനൊരു IT എംപ്ലോയി ആണ് എന്ന് വിചാരിക്കുക. ലൈക്ക് എനിക്കൊരു 15 വയസ്സായ മകനുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടി ഇപ്പോൾ ഒരു സ്ക്രീൻ അഡിക്ഷൻ ഫേസ് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കുട്ടിയെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് മാറ്റാനായിട്ട് മാഡത്തിൻ്റെ അടുത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ചോദിക്കാനായിട്ട് വരികയാണ്. സോ നമുക്ക് അതൊന്ന് വർക്ക് ചെയ്യാമോ? ആലൻ ഒരു അച്ഛനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ നേച്ചർ ഓഫ് ജോബ്? ഞാനൊരു IT പ്രൊഫഷണലാണ്. എപ്പോഴായിരിക്കും വീട്ടിൽ എത്തുന്നത്? യൂഷ്വലി എത്തുന്നത് എന്താ പറയുക, ലേറ്റ് നൈറ്റ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഉറക്കമായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. മോൻ തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ ആ സമയത്ത് വീട്ടിലാര് കാണും? വീട്ടിലൊരു യൂഷ്വലി ഒരു മെയ്ഡ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. എൻ്റെ വൈഫും വർക്കിംഗ് ആണ്. ഷീ ഈസ് നോട്ട് എ ഹോം മേക്കർ. സോ ഒരു ഹൗസ് ഹെൽപ്പ് ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഹൗസ് ഹെൽപ്പ് ഉണ്ടാവണമെന്നില്ല. ഹീ കംസ് ഇൻ, ഡോർ തുറക്കുന്നു, അകത്ത് പോകുന്നു, ഫുഡ് മേശപ്പുറത്തുണ്ടാവും, കഴിക്കുന്നു, നേരെ റൂമിൽ പോകുന്നു. അഗൈൻ സ്ക്രീൻ ടൈം. അഡിക്ഷൻ തന്നെ. അഡിക്ഷൻ ഐ ഡോണ്ട് വാണ്ട് ടു ലേബൽ ഇറ്റ്, ബട്ട് അഗൈൻ സ്പെൻഡ് ചെയ്യുന്നു കുറേ സമയം ഇതിന്. അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഇല്ലാത്തതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഗാഡ്ജറ്റ്സ് ആണ്, അത് കുട്ടി യൂസ് ചെയ്യുന്നു. നോട്ട് നെസസറിലി അതല്ല, പക്ഷെ ഒരു റിക്രിയേഷൻ എന്ന് പറയാം. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ടൈമിൽ ആ സമയത്ത് ഈ കുട്ടി ഒക്യുപ്പൈഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ടൈം ആണ് നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നല്ലേ. അപ്പോൾ ടൈം നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു IT പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു 20 minutes, അത് ഇറ്റ് ക്യാൻ ബി ഫാദർ അല്ലെങ്കിൽ മദർ, 20 minutes സ്പെൻഡ് ചെയ്യുക. either of the parents ക്വാളിറ്റി ടൈം. പക്ഷേ മേക്ക് ഷുവർ ദറ്റ് ഇന്ന് ഇപ്പം ഒരാൾക്ക് മാത്രം ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് ശരിയല്ല. ബിക്കോസ് ഇറ്റ്സ് എ ടീം വർക്ക്. രണ്ടുപേരും കൂടെ ഒരു എൻവയോൺമെൻറ്റാണ് ഒരു കുഞ്ഞിന് സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് 20 minutes നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ കുഞ്ഞിനുമായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ഗെറ്റ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്. ഷോ ദറ്റ് ഇൻട്രസ്റ്റ്. ആദ്യം അവൻ റെസ്ട്രിക്റ്റ് ചെയ്യുമായിരിക്കും, വേണ്ട എൻ്റെ സ്പേസിലേക്ക് ആരും വരണ്ട എന്നൊക്കെ പറയും. But again, it's always how you show that interest, that you want to be part of his life. Daily ഒരു 20 minutes, അത് വളരെ ഡെയിലി ഒരു 20 minutes നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ that's good enough. അത് വളരെ നിസ്സാരമായ ഒരു സമയമാണ്. വളരെ നിസ്സാരമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ഡൈനിങ് ടേബിളിൽ ഗാഡ്ജറ്റ്സ്, അച്ഛനും അമ്മയും ഗാഡ്ജറ്റ്സ് എല്ലാം സൈഡിൽ ലാപ്ടോപ്പ് വെച്ചിരുന്നിട്ട് കഴിക്കുകയാണെങ്കിൽ എന്ത് കോൺവെർസേഷനാണ് അവിടെ ഉണ്ടാകുന്നത്? അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിജിറ്റൽ റൂൾസ് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം. വേറെ കുട്ടിയെ ആ ഡിജിറ്റൽ റൂൾസ് പഠിപ്പിക്കുന്നതിനോട് കൂടെ നമ്മളും ആ ഡിജിറ്റൽ എറ്റിക്കറ്റ് വീട്ടിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ബിക്കോസ് യു ഹാവ് ടു മോഡൽ യുവർ ബിഹേവിയർ സോ ദാറ്റ് എന്നാലേ കുട്ടിക്ക് അത് കണ്ടുപഠിക്കാനും പറ്റുള്ളൂ, അല്ലേ?
നമ്മളൊരു ഉദാഹരണമാവണം. Like actually, ഇപ്പോൾ മാഡമായിട്ടുള്ള കോൺവെർസേഷൻ I think it's been very fruitful because സാധാരണ ഇവിടുത്തെ കോൺവെർസേഷൻസ് ഇങ്ങനെ ആയിരിക്കില്ല, ഒരു ബഹളം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും യൂഷ്വലി നിൽക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് വളരെ ഐ നെവർ ടുക്ക് തെറാപ്പി. ഒരു മോശം കാര്യം കണ്ടല്ലോ, പോകാൻ പറ്റിയില്ല. അപ്പോൾ വേണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ടല്ലോ. ഇല്ല, ഞാൻ കുറച്ച് സ്ട്രോങ് ആയി പോയി. അപ്പോൾ സോ മെയിനായിട്ട് ലൈക്ക് ഐ ഹാഡ് എ വെരി good session with you. Feels really good. Thank you so much for coming. Thanks. It's been even I had a great time. കേട്ടോ, നല്ലതായിരുന്നു. ആലനുമായിട്ട് സംസാരിക്കുമ്പം ഒരുപാട് റെലവൻറ്റ് പോയിന്റ്സ് ആലൻ അത് കൊണ്ടുവന്നു, ആൻഡ് ഐ വാസ് ഏബിൾ ടു ഷെയർ ഹിയർ. അപ്പം ഇറ്റ് വാസ് എ ഗുഡ് പ്ലാറ്റ്ഫോം നന്നായിട്ട് പറയാനും. ഇപ്പോഴത്തെ റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലേ, വയലൻസ് ഒക്കെ, അതൊക്കെ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി. Thank you so much for coming, ma'am. So guys, ഈ സെഷൻ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നതെങ്കിൽ ഗെറ്റ് ഹെൽപ്പ്. ലൈക്ക് പ്ലീസ് ഗെറ്റ് ഹെൽപ്പ്. സെൽഫ് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക, ലൈക്ക് സ്വന്തമായിട്ട് അതിനെ പേരിട്ട് വിളിച്ച് വീണ്ടും വഷളാക്കാതിരിക്കുക. ആൻഡ് ഐ ഹോപ്പ് യു ആൾ ഡു വെൽ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറട്ടെ. താങ്ക് യു.